അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്നെ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. ഓക്കെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ വിസ്ഡം സ്റ്റുഡൻസ് ഗ്ലോബൽ വിങ് GCC സ്റ്റുഡൻസിന് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ചാറ്റ് വിത്ത് എക്സ്പേർട്സ് എന്ന പ്രോഗ്രാമിലാണല്ലോ നമ്മളുള്ളത്. ഇവിടെ സ്വാഗതം പറയുക എന്നുള്ളതാണ് എൻ്റെ കർത്തവ്യം. അപ്പോൾ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ എൻ്റെ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഞാൻ ഹാർദവമായി നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കുകയാണ്. കൂടെ കോളേജ് ജീവിതത്തിൻ്റെ വിവിധ സ്റ്റേജസിനെ എങ്ങനെ വിജയകരമായി അല്ലെങ്കിൽ സ്റ്റേജസിനെ കുറിച്ച് നമുക്കൊരു ഇൻസൈറ്റ് തരാൻ വേണ്ടി നമ്മുടെ കൂടെ ഇവിടെ ജോയിൻ ചെയ്തിരിക്കുന്ന ഷിയാദ് ഹസനെയും ഷംജാസ് കെ അബ്ബാസിനെയും മറ്റു എൻ്റെ ഗ്ലോബൽ വിങ് മെമ്പേഴ്സിനെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായ കോളേജ് ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളെ എങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നതിനെ കുറിച്ച് ലോകത്തും പരലോകത്തും നമുക്ക് ഉപകാരപ്രദമായ ഒരു സെഷൻ ആയി ഇത് മാറട്ടെ എന്നും നിങ്ങൾക്കിത് ജീവിതത്തിൽ പകർത്താൻ സാധിക്കട്ടെ എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പ്രോഗ്രാം ആങ്കർ ഷഫീഖിലേക്ക് മൈക്ക് കൈമാറുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. وعليكم السلام ورحمة الله وبركاته. بسم الله الحمد لله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله ثم الصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وأصحابه أجمعين أما بعد. ശബ്ദം ഓഡിബിൾ ആണല്ലോ അല്ലേ? അതെ ഓഡിബിൾ ആണ്. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്കും. അൽഹംദുലില്ലാ, ഒരുപാട് കാലങ്ങളായി GCCയിലുള്ള പാരൻസും വിദ്യാർത്ഥികളും ഒരുപോലെ ആഗ്രഹിക്കുന്ന, ഒരുപാട് തവണ നമ്മളോട് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതുമായ ഒരു പ്രോഗ്രാമിലാണ് ഇപ്പൊ നമ്മളുള്ളത്. നാട്ടിലേക്ക് GCCയിൽ കുറെ കാലം ഗൾഫ് രാജ്യങ്ങളിൽ, ഏത് രാജ്യങ്ങളിലാണെങ്കിലും ഒരുപാട് കാലങ്ങൾ അവിടെ ജീവിച്ച്, അവിടെ പഠിച്ച്, അവിടുത്തെ ആ ഒരു കൾച്ചറുമായി മിങ്കിൾ ചെയ്തുകൊണ്ട് ജീവിച്ച് പോന്ന് 10ാം ക്ലാസ്സോ പ്ലസ് ടുവോ ഒക്കെ കഴിയുന്നതിന് ശേഷം നാട്ടിലേക്ക് പോരുന്ന സമയത്ത് അവിടെ പഠിച്ച വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവാറുള്ള സാധാരണ ചില പേടികൾ, അതുപോലെ ചില ആങ്സൈറ്റീസ്, ചില സംശയങ്ങൾ. ഇനി നാട്ടിൽ പോയിട്ട് ഞാൻ എങ്ങനെയാണ്, ഇതുവരെയുള്ള എൻ്റെ ഫ്രണ്ട്സിനൊക്കെ വിട്ട് നാട്ടിലേക്ക് പോവാണ്, അവിടെ പുതിയ കോളേജിലേക്ക്, പുതിയ സ്കൂളിലേക്ക് ജോയിൻ ചെയ്യുമ്പോൾ പിന്നെ എനിക്കൊരു പരിചയവുമില്ലാത്ത ഒരുപാട് ആളുകളുടെ ഇടയിൽ ഞാൻ എങ്ങനെയാണ് അവിടെ എങ്ങനെ സർവൈവ് ചെയ്യും എന്ന രൂപത്തിലുള്ള സംശയങ്ങൾ, പേടികൾ ഒരുപാട് ഞാൻ നേരിട്ട് തന്നെ കുട്ടികളിൽ നിന്നും അതുപോലെ തന്നെ അവരുടെ പാരൻസിൽ നിന്നും കുവൈറ്റിൽ ഒരുപാട് കാലമായിട്ടുള്ള ഒരു ആള് എന്നുള്ള നിലക്ക് ഒരുപാട് തവണ കേട്ടിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു പ്രയാസങ്ങളെ ഓവർകം ചെയ്യാൻ കുട്ടികൾക്ക് അതുപോലെ തന്നെ പാരൻസിനും ഈ ഒരു വിഷയത്തിൽ ഒരു പിന്നെ നാട്ടിലേക്ക് പോരുന്നതിന് മുമ്പായിട്ട് തന്നെ ചില ഹിൻസ്, ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെ കുറിച്ച് ഒരു ബോധവൽക്കരണം എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ എക്സ്പേർട്സ് ആയിട്ടുള്ള രണ്ടാളുകളാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. ഒന്ന് ഷംജാസ് കെ അബ്ബാസ്, ഹോളണ്ടിൽ അദ്ദേഹത്തിന്റെ PG പഠനം പൂർത്തിയാക്കി ഇന്ന് ഒരു മൾട്ടിനാഷണൽ കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അദ്ദേഹവും, അതുപോലെ തന്നെ ഒരുപാട് കാലം സൗദി അറേബ്യയിൽ ജീവിക്കെ അവിടെ പഠിച്ച് വളർന്ന് ശേഷം നാട്ടിൽ വന്ന് നാട്ടിൽ നിന്ന് ഡിഗ്രി പഠനം എല്ലാം പൂർത്തിയാക്കി ജാമിയ മില്ലിയയിൽ പിന്നെ പോസ്റ്റ് ഗ്രാജുവേഷനും പൂർത്തിയാക്കിയ ഷിയാദ് ഹസനാണ് നമ്മോടൊപ്പം ഉള്ള മറ്റൊരു അതിഥി. അവർ രണ്ടുപേരും ഇൻഷാ അല്ലാഹ് ഈ ഒരു വിഷയം, അവർക്കുള്ള വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് സംസാരിക്കും. അതിനുശേഷം ബിഇദ്നില്ലാ നമ്മുടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ പാരൻസിനും അവർക്ക് എന്തെങ്കിലും സംശയങ്ങൾ വിഷയവുമായി ബന്ധപ്പെട്ട് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ അതിനുള്ള ഒരു അവസരവും കൂടെ നമ്മുടെ ഈ ഒരു പ്രോഗ്രാമിൽ ഉണ്ടായിരിക്കും. ബിഇദ്നില്ലാ അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി എന്നോണം പിന്നെ നാട്ടിൽ നിന്ന് ഹിലാൽ, അതുപോലെ തന്നെ ഷദീദ് ഹസൻ എന്നിവർ ജോയിൻ ചെയ്യുന്ന ഇതിന്റെ ഒരു തുടർച്ചയെന്നോണം സെക്കൻഡ് പാർട്ട് നെക്സ്റ്റ് ട്യൂസ്ഡേയും ഉണ്ടായിരിക്കുന്നതാണ് എന്നുകൂടെ സാന്ദർഭികമായിട്ട് ഫസ്റ്റ് തന്നെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ് ആണ്. നാട്ടിൽ പോകുന്ന സമയത്ത് സാധാരണ ഉണ്ടാവാറുള്ള പ്രയാസങ്ങളിൽ ഒന്നാണ് നാട്ടിൽ പോയിട്ട് മലയാളം വായിക്കാനുള്ള ഒരു പ്രയാസം പലപ്പോഴും സൂചിപ്പിക്കാറുണ്ട്. കുട്ടികളൊക്കെ ചിലപ്പോൾ നാട്ടിൽ പോയിട്ട് ഒരു കോളേജിലൊക്കെ പോയി അവിടെ നിന്ന്
ബസ് സ്റ്റാൻഡിൽ പോയി നിന്നിട്ട് ആ ബസ്സുമ്മൽ എന്താണ് എഴുതിയത്, ഇതെങ്ങനെ ഞാൻ വായിക്കുക, എനിക്ക് വായിക്കാൻ പറ്റും, ഇതൊന്ന് വായിച്ചു തരുമോ എന്ന് ആളുകളോട് ചോദിക്കുന്ന സിറ്റുവേഷൻ ഒക്കെ പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പൊ നാട്ടിൽ പോകുന്ന സമയത്ത് ഉണ്ടാവാറുള്ള പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണത്, മലയാള ലാംഗ്വേജിന്റെ അറിവില്ലാത്ത ഒരു വിഷയം. കാരണം പ്രത്യേകിച്ചും ഇവിടെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ. രണ്ടാമത്തെ ഒരു പ്രശ്നമാണ് പുതിയ ഒരു കൾച്ചർ അല്ലെങ്കിൽ പുതിയ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് വരുമ്പോൾ, പുതിയ ഒരു ഹോസ്റ്റൽ ജീവിതത്തിലേക്കൊക്കെ വരുമ്പോൾ അവിടെ എങ്ങനെ നമ്മൾ സർവൈവ് ചെയ്തിട്ട് കുട്ടികളായിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്തിട്ട് അവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ റിയലൈസ് ചെയ്തിട്ട് അതിൽ നിന്ന് മാറി നമ്മളുടേതായിട്ടുള്ള നിലപാടുകൾക്കനുസരിച്ച് എങ്ങനെ മുന്നോട്ട് പോകും, നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡ് കീപ്പ് ചെയ്തുകൊണ്ട് തന്നെ ഒരു മുസ്ലിം എന്നുള്ള നിലയ്ക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് എങ്ങനെ പോകാൻ പറ്റും എന്നുള്ള വിഷയവുമായിട്ട് നമ്മളോട് സംസാരിക്കുന്നത് ഷംജാസ് കെ അബ്ബാസ് ആണ്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഫലിയതഫദ്ദൽ മഷ്കൂറൻ മഅ്ജൂറ. ജസാക്കല്ലാഹ് ഖൈർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്നെ എല്ലാവർക്കും കേൾക്കുന്നുണ്ടോ? അതെ, ഓക്കെ. ഓക്കെ. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാലൂ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. ഏറെ സ്നേഹം നിറഞ്ഞ അനുജന്മാരെ, അനുജത്തിമാരെ, എല്ലാവർക്കും എന്നെ കേൾക്കുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ ഇവിടെ ആമുഖത്തിൽ പറഞ്ഞതുപോലെ നിങ്ങളൊക്കെ 1-2 വർഷത്തിനുള്ളിൽ അല്ലെങ്കിൽ ഈ വർഷം ഒക്കെ ആയിട്ട് നാട്ടിലേക്ക് വരാൻ പോകുന്ന കുട്ടികളാണ്. ഈ നാട് എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ ചെറുപ്പം മുതലേ താമസിച്ചു വന്നിട്ടുള്ള കുട്ടികളാകുമ്പോൾ നിങ്ങൾക്ക് ചെറിയ ഡൗട്ട് ഉണ്ടാവും, ഏതാ ഈ നാട് എന്നുള്ളത്, അല്ലേ? സ്വാഭാവികമായിട്ടും നമ്മളിപ്പോ നാട്ടിലേക്ക് വരുന്ന ഒരു അവസ്ഥ പൊതുവിൽ ഇപ്പോൾ ലീവിലേക്ക് വരുന്ന, ഞാൻ ജസ്റ്റ് 1 മിനിറ്റ് ഒരു ചാർജ് ഒന്ന് കുത്തട്ടെ ഷഫീഖ്. ഓക്കെ. സോറി. ഓക്കെ. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും കുറെ കാലങ്ങളായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും അല്ലേ, നാട്ടിലേക്ക് വരിക എന്നുള്ളത്. ഒരുപക്ഷെ അവിടെ ചെറുപ്പം മുതലേ പഠിക്കുന്ന കുട്ടികൾ എന്നെ കേൾക്കുന്നുണ്ടാവും, അതുപോലെ തന്നെ ചിലപ്പോൾ ഇടയിൽ ഇവിടെ വന്ന് പഠിച്ച് പിന്നെ തിരിച്ചു പോയവരുണ്ടാവും. എന്തായാലും പൊതുവിൽ നിങ്ങൾ കാലങ്ങളായി കേൾക്കുന്ന ഒരു കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വെക്കാം. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗൾഫിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയോ വ്യത്യാസങ്ങളുണ്ട്. നാട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ വേറെ എന്തൊക്കെയോ സംസ്കാരങ്ങളും കൾച്ചറൊക്കെ ഉണ്ട്. അപ്പൊ നാട്ടിലത്തെ കുട്ടികൾ അങ്ങനെയാണ്, നാട്ടിലെ കോളേജ് ഇങ്ങനെയാണ്, നമ്മൾ കുറെ ശ്രദ്ധിക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞൊരു കുറച്ചൊരു സ്റ്റീരിയോ ടൈപ്പ് ഒക്കെ മനസ്സിൽ വെച്ചിട്ടാണ് നിങ്ങൾ സ്വാഭാവികമായിട്ട് നാട്ടിലേക്ക് വരാം. എന്നാൽ ശരിക്കും നാടും നിങ്ങളും തമ്മിൽ എന്തൊക്കെ വ്യത്യാസമെന്ന് ചോദിച്ചാൽ, ഞാൻ അതിനെ എളുപ്പത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താ പറയുക, ഇത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണമെന്നുള്ളൂ. ഞാൻ ജസ്റ്റ് ആമുഖം പറയാട്ടോ. നമ്മൾ സാധാരണ ഒരു പുതിയ സ്ഥലത്തേക്ക് ടൂർ പോകുമ്പോൾ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പോൾ KSയിൽ സൗദിയിലുള്ള ഒരാൾ, അല്ലെങ്കിൽ നിങ്ങൾ ഒമാനിലോ അല്ലെങ്കിൽ ബഹ്റൈനിലൊക്കെ ഉള്ള ഒരു കുട്ടി, നിങ്ങളുടെ ഉപ്പയും ഉമ്മയൊക്കെ ആയിട്ട് നിങ്ങളുടെ നാട്ടിലല്ല, അവിടെ ഒമാനിലോ സൗദിയിലോ നല്ലാതെ പുറത്തേക്കൊരു യാത്ര പോവുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്യുക, ഒരു ടൂറിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക, അങ്ങനെ പ്രിപ്പയർ ചെയ്താൽ മതിയോ ശരിക്കും നമ്മൾ നാട്ടിലേക്ക് വരുമ്പോൾ? പോരാന്നുള്ളതാണ്. ഒരു സ്റ്റേക്കേഷന് പോകുന്ന പോലെ നമുക്ക് പ്രിപ്പയർ ചെയ്താൽ മതിയാവുന്ന ഒന്നല്ല നാട്ടിലേക്ക് വരുമ്പോൾ. ഓ, കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ശരിക്കും മ്യൂട്ട് ആവായിട്ടാണോ? ഓക്കെ. ഒന്ന് നിങ്ങൾക്ക് ഒരു ടൂർ പോകുന്നത് പോലെ നമുക്ക് ഒരുങ്ങിയാൽ മതിയാവുന്ന ഒന്നല്ല നാട്ടിലേക്ക് വരുമ്പോഴുള്ള ആ ഒരു വരവ്. രണ്ടാമത്തെ എന്താണെന്നറിയോ, പൊതുവില് നമ്മള് നാട്ടിലേക്ക് വന്നു പോകുന്ന അവസ്ഥ, നിങ്ങൾ ഇടയ്ക്ക് ലീവിന് വന്നു പിന്നെ പോകുന്നു. അപ്പോൾ ഫ്രീക്വന്റ് ആയിട്ട് വരുന്നവരാണെങ്കിലും അല്ലെങ്കിലൊക്കെ അങ്ങനെ വന്നു പോകുന്ന ഒരു പരിചയം മതിയോ ശരിക്കും നാട്ടിൽ പെർമനന്റ് ആയി നിൽക്കുമ്പോൾ? അതും പോരാന്നുള്ളതാണ് ഉത്തരം. മൂന്നാമത്തെ ഒരു കാര്യം എന്താണെന്നറിയോ, ഇനിയിപ്പോ നാട്ടിൽ നമ്മൾ പെർമനന്റ് ആയി വന്ന് നിൽക്കാന്ന് വിചാരിക്കുക. അപ്പോൾ പല ആൾക്കാരുടെയും സിറ്റുവേഷൻ പലതായിരിക്കും. ചിലപ്പോൾ അവിടെ ഫുള്ളി എക്സിറ്റ് ചെയ്ത് വരുന്ന ആളുകളുണ്ടാവും. ഇപ്പോൾ നിങ്ങളുടെ പാരന്റ്സ് ഒക്കെ നിങ്ങളൊരു 12th കഴിയട്ടെ എന്നിട്ട് നാട്ടിലേക്ക് വരാം, നിങ്ങൾ 10th കഴിയട്ടെ എന്നിട്ട് നാട്ടിലേക്ക് വന്ന് സെറ്റിൽ ആവാം, അല്ലെങ്കിൽ ഉമ്മയും മക്കളും നിങ്ങളെല്ലാവരും കൂടി ഇങ്ങോട്ട് വരും, ഉപ്പ മാത്രം അവിടെ നിൽക്കും. ഇങ്ങനെ പല സിറ്റുവേഷനിൽ നിന്നും നാട്ടിലേക്ക് വരുന്ന ആളുകളുണ്ടാവും. അപ്പൊ ഇങ്ങനെ പല സിറ്റുവേഷനിൽ വരുന്ന ആളുകളായതുകൊണ്ട് തന്നെ നമ്മൾ ശരിക്ക് നാട്ടിലേക്ക് വന്ന് നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പുതിയ സ്ഥലത്തിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെ അഡാപ്റ്റ് ചെയ്യണം എന്നൊരു പഠനം മാത്രമാണിത്. അതല്ലാതെ ഇപ്പൊ ഇന്ത്യയിലേക്ക് വരുന്നു അല്ലെങ്കിൽ കേരളത്തിലേക്ക് വരുന്നതുകൊണ്ട് വലിയൊരു പ്രത്യേകതയൊന്നും നമ്മൾ ആരും പ്രതീക്ഷിക്കണ്ട. പക്ഷേ സ്റ്റിൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം. ഇപ്പൊ ഞങ്ങളൊക്കെ നാട്ടിൽ പഠിച്ച ആളുകളാണ്. നാട്ടിൽ പഠിച്ചിട്ട് തന്നെ നമുക്ക് ഇപ്പോഴത്തെ കുട്ടികളെ കുറിച്ച് മനസ്സിലാവണില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഞങ്ങളൊരു കോളേജ് പാസ് ഔട്ട് ആയിട്ട് ഇപ്പൊ നമ്മൾ കോളേജിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ വ്യത്യാസങ്ങൾ കോളേജിലുണ്ട്. ഇപ്പൊ നമ്മുടെ സ്കൂളിലേക്ക് നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഒരു 12th സ്റ്റാൻഡേർഡിൽ ഇവിടുത്തെ നാട്ടിലെ കുട്ടികൾ നോക്കുമ്പോൾ ഒരുപാട് വ്യത്യാസങ്ങൾ. അപ്പോൾ നാട്ടിലെ ഒരു സിസ്റ്റം കൾച്ചറൊക്കെ വളരെ ഫ്രീക്വന്റ് ആയിട്ട് മാറുന്നുണ്ട് എന്നുള്ളൊരു സത്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥലത്ത് നിങ്ങൾ സ്വാഭാവികമായിട്ട് വരുമ്പോൾ ഒരു ലാഗ് വരും, ഒരു ചെറിയ ബുദ്ധിമുട്ട് വരും. ആ ബുദ്ധിമുട്ടിനെ കുറച്ചുകൂടി ഈസിയർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഒന്നാമത്തെ കാര്യം.
രണ്ടാമത്തത്, ഇവിടെ പൊതുവിൽ നമ്മൾ നാട്ടിലേക്ക് വരുന്നത് ഒന്നുമില്ലെങ്കിൽ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സ്റ്റേജിലാണ് നിങ്ങൾ എല്ലാവരും വരുന്നത് അല്ലേ. ഇപ്പോൾ 11th 12th നാട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ മാർക്കൊക്കെ വെച്ച് ഇവിടെ വന്ന് ഇവിടെ +1 +2 ഏത് സ്ട്രീം എടുക്കണം, കൊമേഴ്സ് സയൻസ് ഹ്യൂമാനിറ്റീസ് എടുക്കണോ, അതല്ലെങ്കിൽ 12th കഴിഞ്ഞിട്ടാണെങ്കിൽ ഏത് കോഴ്സ് എടുക്കണം, നിങ്ങൾക്ക് ഫാർമസിക്ക് പോകണം, നഴ്സിംഗ് പോകണം, ഇങ്ങനത്തെ കുറേ സംശയങ്ങൾ സ്വാഭാവികം നിങ്ങൾക്കുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി കരിയറിന്റെ ഡിസിഷനിൽ എടുക്കുന്ന ഒരു കൺഫ്യൂഷൻ സ്റ്റേജിൽ നിന്നാണ് നിങ്ങൾ അടുത്ത ഒരു പ്രശ്നം കൂടി, ലൈക്ക് അടുത്ത ഒരു പഠനം കൂടി നടത്തുന്നത് എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു അഡാപ്റ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യം പഠിക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് സ്വാഭാവികം ഉണ്ടാവും. അതുകൊണ്ട് നമ്മൾ ഈ പറഞ്ഞ സെഷന്റെ ഇപ്പോൾ ആമുഖമായിട്ട് ഷെഫീഖ് പറഞ്ഞ പോലെ തന്നെ ഈ സെഷന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരു വൈസ് ഡിസിഷൻ എടുക്കാൻ, അല്ലെങ്കിൽ കുറച്ചുകൂടി ഇൻഫോംഡ് ആയ ഡിസിഷൻ എടുക്കാൻ നിങ്ങളെ എന്താ പറയുക, നിങ്ങളെ പ്രാപ്തരാക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, ഇനി ഞാനിങ്ങനെ ഒന്ന് രണ്ട് അനുഭവങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകാം. ഓക്കെ, ഇപ്പോൾ ഞാൻ വളരെ കുറച്ച് സമയം നമ്മൾ സംസാരിക്കുള്ളൂ. നിങ്ങൾ കൂടുതൽ നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കാനും ഒക്കെയുള്ള ഒരു അവസരമായിട്ടാണ് നമ്മളിത് കാണുന്നത്. എന്തായാലും ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൾച്ചറൽ ഡിഫറൻസ് ആണ്. കൾച്ചറൽ ഡിഫറൻസ് എന്തായാലും വളരെ എവിഡന്റ് ആണ് അല്ലേ. നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നല്ലൊരു വ്യത്യാസം കൾച്ചറലി ഉണ്ടാവും. പക്ഷേ ഒരു പക്ഷേ ഇപ്പോൾ നിങ്ങൾ അവിടുത്തെ ഒരു സിസ്റ്റം അനുസരിച്ച് നിങ്ങളൊരു സ്കൂൾ ടൈമിംഗ് തന്നെ രാവിലെ വളരെ ഏർലി പോയിട്ട് നമ്മൾ ഉച്ചയ്ക്ക് വരുന്ന ഒരു സിസ്റ്റം ആയിരിക്കും. പക്ഷേ നാട്ടിലേക്ക് വന്നാൽ ആ കൾച്ചർ മാറി. നിങ്ങൾ ഉപ്പ ഉമ്മ അവിടുത്തെ ഒരു കൾച്ചറിൽ ചിലപ്പോൾ നിങ്ങളൊരു ഫ്ലാറ്റ് ലൈഫ് ആയിരിക്കും കൂടുതൽ ഉണ്ടാവുക, അപ്പാർട്ട്മെന്റ് ലൈഫ് ആയിരിക്കും. പക്ഷേ നാട്ടിലേക്ക് വരുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി ഫ്രീ ആണ്. പിന്നെ സ്വാഭാവികമായിട്ടും നാട്ടിലെ ഫാമിലി, നാട്ടിലെ ഫ്രണ്ട്സ്, നാട്ടിലെ സർക്കിൾസ് ഇതെല്ലാം വളരെ ഡിഫറെന്റ് ആണ്. അപ്പോൾ ഈ ഒരു കൾച്ചറൽ ഡിഫറൻസ് നമ്മൾ അഡാപ്റ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ശരിക്ക് നമ്മളെ അത് നേരത്തെ കൂട്ടി പഠിച്ച് ചെയ്യേണ്ട ഒരു പണിയൊന്നും അല്ലല്ലോ അല്ലേ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊരു റോളിലേക്ക് ഒരു പൊസിഷനിലേക്ക് പോകുമ്പോൾ പഠിക്കുന്നത് പോലെയല്ല നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇവിടെ നിന്ന് യൂറോപ്പിലേക്ക് പാരീസിലേക്ക് എൻ്റെ മാസ്റ്റേഴ്സിന്റെ ഭാഗമായിട്ട് പഠിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്ക് കുറേ കോഴ്സുകളൊക്കെ തന്നു. അവിടെ എങ്ങനെയായിരിക്കും, ഇവിടെ എങ്ങനെയായിരിക്കും, അവിടെ എറ്റിക്വറ്റ്സ് എങ്ങനെയാണ്, മാനേഴ്സ് എങ്ങനെയാണ്, ഫുഡ് എങ്ങനെ കഴിക്കണം, അങ്ങനെ കഴിക്കണം, ഇങ്ങനെ കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് കുറേ തന്നു. പക്ഷെ സ്റ്റിൽ ഞങ്ങൾ അവിടെ പോയപ്പോൾ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടി അവിടുത്തെ ഒരു കൾച്ചറുമായിട്ട് അഡാപ്റ്റ് ചെയ്യാൻ. അത് ഒരു യൂറോപ്യൻ കൾച്ചറുമായിട്ട് ഒരു ഇന്ത്യൻ കൾച്ചർ അഡാപ്റ്റ് ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാണ്. പക്ഷേ സ്റ്റിൽ ഇവിടെ നമ്മൾ ഒരു ഏഷ്യൻ കൾച്ചറാണ്, നിങ്ങൾ അവിടെ ഇവിടെയും വലിയ വ്യത്യാസമൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ പോലും എന്തായാലും വളരെ എവിടെ ഒരു വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഞങ്ങൾ സാധാരണ പറയുന്നുണ്ട് പാരീസ് സിൻഡ്രോം എന്ന് പറഞ്ഞിട്ട് അസുഖമുണ്ട്. പാരീസ് സിൻഡ്രോം നിങ്ങൾ വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ കിട്ടും. പാരീസ് സിൻഡ്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പാരീസിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ആദ്യം ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടാവുന്ന പറയല്. അതുപോലെ ഇപ്പോൾ നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ഇവിടെ വന്നു പോകുന്ന ആളുകളാകുമ്പോൾ വലിയൊരു വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ കൂടി നമ്മൾ സ്റ്റിൽ ഇവിടെ ഒരു കോളേജിലേക്ക് ചേരുമ്പോൾ ഇവിടുത്തെ കുട്ടികളുടെ സംസാരങ്ങൾ, അവരുടെ രീതികൾ, അല്ലെങ്കിൽ ഇവിടുത്തെ ആളുകളുടെ പെരുമാറ്റം, സ്വഭാവം, സംസാരം, അതിലൊക്കെ ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഒരു പക്ഷെ അതൊന്നും നമുക്ക് പഠിപ്പിച്ചു തരാൻ പറ്റില്ലെങ്കിലും നിങ്ങൾ ആദ്യമായി തീരുമാനിക്കേണ്ടത് ആ ഒരു ഭാഗത്ത് കൾച്ചറൽ എക്വിപ്പ് എന്ന് പറയുന്നതിന്റെ നിങ്ങൾ ആദ്യമായി തീരുമാനിക്കേണ്ട ഒരു കാര്യം എന്താ അറിയോ, നമ്മൾ എന്ത് വന്നാലും വളരെ ഡിറ്റർമൈൻഡ് ആണ്. നമ്മൾ ഇവിടെ വന്ന് പഠിക്കാൻ വേണ്ടി വന്നവരാണ്, നമ്മളിവിടെ കൃത്യമായിട്ട് മുന്നോട്ട് വേണ്ടി വന്നവരാണ്. അതുകൊണ്ട് ഇവിടെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അവിടെ കാണുന്ന പരാതികൾ പോലെ പരാതി പറയാതെ കുറച്ചുകൂടി അതിനെ തരണം ചെയ്ത് പോകാൻ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചുകൂടി ഒന്ന് എന്താ പറയാ എക്വിപ്ഡ് ആയി പോകും എന്നുള്ള ഒരു സ്ട്രോങ് നിയത്ത് വെക്കാൻ നിങ്ങൾ ഒന്നാമതായി തയ്യാറാണെന്നുള്ളതാണ് ഒരു ഭാഗം. രണ്ടാമത്തെ എന്താണെന്നറിയോ, ഇപ്പൊ അവിടെ നിന്ന് വരുമ്പോൾ പല കോലത്തിലായിരിക്കും നിങ്ങളൊക്കെ മൈൻഡ് സെറ്റ് ഉണ്ടാവുക. കുറെ പേരൊക്കെ എക്സൈറ്റഡ് ആണ് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ സ്ഥിരമായിട്ട് ബോറടിച്ച ആളുകളൊക്കെ ഉണ്ടാവും. 10th വരെയൊക്കെ പഠിച്ച് ബോറടിച്ച് നാട്ടിലാകുമ്പോൾ കുറേ കഥ കേൾക്കും. ചിലപ്പോൾ കസിൻസ് ഒക്കെ പറയും അവിടെ ഇങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ കോളേജിൽ അടിപൊളി പരിപാടി എന്നൊക്കെ കേൾക്കുമ്പോൾ എക്സൈറ്റഡ് ആയി വരുന്ന ആളുകളുണ്ട്. കുറെ പേരൊക്കെ കൺഫ്യൂസ്ഡ് ആണ്, വളരെ കൺഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്. ലൈക്ക് ഒരു പേടിയുണ്ട്, എന്നാൽ കുഴപ്പമില്ലാന്നുണ്ട്. ഒരു പുതിയ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ പുതിയ കോളേജിലേക്ക് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ട്. അതല്ലാതെ ഒരു വിഭാഗം ആളുകൾക്ക് സ്വാഭാവികമായിട്ട് ഒരു ഹോം സിക്നെസ് ഒക്കെ ഉള്ള ആളുകൾ ഉണ്ടാവും അല്ലെ. അവിടെ ഒന്നിച്ച് നിന്നൊരു അവസ്ഥയിൽ നമ്മൾ വിട്ടു നിൽക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ടാവും. എന്തായാലും ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾ മാത്രമല്ല ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. ഇവിടെ കോളേജിലും സ്കൂളിലൊക്കെ ചേരുന്ന എല്ലാ കുട്ടികളും അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ നിങ്ങൾ അനുഭവിക്കുള്ളൂ. എന്ന് വെച്ചാൽ 10th സ്റ്റാൻഡേർഡ് കഴിഞ്ഞിട്ട് +1ലേക്ക് പോകുമ്പോൾ ഇവിടെ നാട്ടിൽ പഠിച്ച കുട്ടികൾക്കും ഒരു ബുദ്ധിമുട്ടുണ്ട്. അത് ആ സിസ്റ്റത്തിന്റെ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 12th കഴിയുമ്പോൾ കോളേജ് എന്ന ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ട് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ അവിടെ സെമസ്റ്റർ സിസ്റ്റം ഉണ്ട്. കോളേജിൽ ചിലപ്പോൾ നമ്മുടെ ടീച്ചർ സ്റ്റുഡന്റ് റിലേഷനൊക്കെ കുറച്ചുകൂടി കുറയും. നിങ്ങൾ അവിടേക്ക് ചിലപ്പോൾ ടീച്ചറുമായിട്ട് ഭയങ്കരമായ റിലേഷനായിട്ട് മുന്നോട്ട് പോയ ആൾക്കാർക്ക് ഇവിടെ എത്തുമ്പോൾ ടീച്ചർ ജസ്റ്റ് ക്ലാസ് എടുത്ത് പോകുന്നു, ലെക്ചർ എടുത്ത് പോകുന്നു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത്തരം ഡിഫറൻസ് ഒക്കെ ശരിക്കും നമ്മൾ കുറച്ചുകൂടി ഇൻഫോംഡ് ആയി എക്വിപ്പായി പോവുക എന്നുള്ളത് തന്നെയാണ് അവിടെ പറയാനുള്ളത്. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം ഇവിടുത്തെ സിലബസുമായി ബന്ധപ്പെട്ട് ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കുറച്ച് ഹിൻസ് പറഞ്ഞു കേട്ടോ. നിങ്ങൾ ഇതിൽ നിങ്ങളെ കൺസേൺ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഹിൻസ് പറയുന്നത്. മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാകുന്ന സിലബസുമായിട്ട് ബന്ധപ്പെട്ട ഡിഫറൻസ് ആയിരിക്കും. അവിടെ പഠിച്ചതെന്ന് ഇവിടെ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ അവിടെ CBSE പഠിച്ച സ്റ്റേറ്റ് വന്ന് ചേരുന്നവരുണ്ടാവും, അല്ലെങ്കിൽ അവിടെ ഇപ്പോൾ +2 വരെ CBSE പഠിച്ച് ഇവിടെ കോളേജിൽ നാട്ടിലെ ഒരു ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്നവരുണ്ടാവും. എന്തായാലും ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിരിക്കും. അത് ഞാൻ വെറുതെ ഒരു വെറും വാക്ക് പറയുന്നതല്ല. നിങ്ങൾക്ക് എപ്പോഴും നമ്മളൊരു ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് ഉറപ്പായിട്ടും അവിടെ പഠിക്കുന്ന കുട്ടികൾ ഇവിടെ വന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഈസി ആയിട്ടേ തോന്നുള്ളൂ. പക്ഷെ സ്റ്റിൽ ഒരു കാര്യം പറഞ്ഞുതരാം, ഇവിടെ വന്ന് ഈസി ആവുമെന്നൊരു വിശ്വാസം വെച്ചിട്ട് ഉഴപ്പുന്ന ആളുകൾ വല്ലാതെ കൂടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫ്രീഡം കിട്ടുന്നുണ്ട് അല്ലേ. അവിടെ ഇത്രയും കാലം
ഉമ്മയിപ്പൊക്കെ ഒരു സ്കൂൾ ടൈമിൽ ഫീഡ് ചെയ്തൊരു സമയം അല്ലെ, നമ്മൾ ഡിപ്പെൻഡന്റ് ഏജ് എന്ന് പറയാം. ഒരു 15-16 ഏജ് വരെ നമ്മൾ ഡിപ്പെൻഡന്റ് ആണ് ഉപ്പാനി ഉമ്മയായിട്ട്, ഓരോന്നിനും പെർമിഷൻ ചോദിച്ചും കാര്യങ്ങളൊക്കെ. പക്ഷേ ഇവിടെ വരുമ്പോൾ സ്വാഭാവികം നിങ്ങൾ കോളേജിൽ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോൾ ഒരു തുറന്ന സ്വാതന്ത്ര്യം നമുക്ക് കിട്ടുമ്പോൾ ഉഴപ്പാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കുട്ടികളെ ഞാൻ ഒരു കാര്യം പറയാൻ വെച്ചാൽ, ഈ കോളേജിലൊക്കെ ചേരുന്ന കുട്ടികളുണ്ടല്ലോ, ഫസ്റ്റ് ഇയറിൽ ചേരുന്ന കുട്ടികളെ അല്ല ലാസ്റ്റ് ഇയറിൽ. ഫസ്റ്റ് ഇയർ ചേരുമ്പോൾ ഭയങ്കര ലക്ഷ്യങ്ങളൊക്കെയാണ് എല്ലാവർക്കും, ഭയങ്കര സ്വപ്നങ്ങളുണ്ട്, എക്സ്പെക്ടേഷൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ അവസാനത്തെ വർഷം ആകുമ്പോഴേക്കും എല്ലാവർക്കും അത് ലൂസ് ചെയ്ത് പോകുന്ന അവസ്ഥ ഉണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും അത് സംഭവിക്കാതിരിക്കാൻ ചെയ്യേണ്ട ഒറ്റ കാര്യമുള്ളൂ, നമ്മൾ എന്തിനാണോ വരുന്നത് അത് കറക്റ്റായിട്ട് പൂർത്തീകരിക്കുന്ന ഒരു ഉറപ്പ് നമുക്ക് എന്തായാലും ഉണ്ടാവണം. അതുകൊണ്ട് ആ ഒരു ഭാഗത്ത് എനിക്ക് പറയാനുള്ളത് എന്താ അറിയോ, ഇപ്പൊ നിങ്ങൾ സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്, ഏത് കോഴ്സ് എടുക്കണം, ഏത് കരിയർ എടുക്കണം, അതിന് ഒരു കോംപ്രമൈസ് നിങ്ങൾ ചെയ്യരുത് എന്നാണ്. ഇതൊരു കോംപ്രമൈസ് ചെയ്യരുത്. അത് നാട്ടിലേക്ക് വരുമ്പോഴേക്കും മാറുക, ഇത് ഇവിടുത്തെ സിസ്റ്റം കാണുമ്പോൾ പേടിക്കുക, അല്ലെങ്കിൽ അത് ഇവിടുത്തെ ഒരു കൾച്ചർ പേടിക്കുമ്പോൾ അനുഭവിക്കുമ്പോഴേക്കും ഓക്കെ അത് എനിക്ക് പറ്റില്ല എന്ന് തോന്നുക, അത് പറ്റില്ല. നിങ്ങൾ അവിടെ നിന്ന് എന്താണോ തീരുമാനിച്ചത് അതുമായിട്ട് നിങ്ങൾ ഇവിടെ വരുന്നു, അത് നിങ്ങൾ വളരെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നു, നിങ്ങൾ അത് അച്ചീവ് ചെയ്യുന്നു. അതിനപ്പുറത്തേക്ക് നമുക്ക് ഇവിടെ വരുമ്പോൾ ഞാൻ അങ്ങനെ ആവണ്ടേ എന്ന് വിചാരിച്ച് മാറുക, നമ്മൾ ലക്ഷ്യങ്ങൾ മാറ്റുക, അങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് ആ ഒരു ഭാഗത്ത് പറയാനുള്ളത്. ഇനി ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ 2-3 ഭാഗങ്ങൾ ഇവിടെ നേരത്തെ ഷെരീഖ് സാർ പറഞ്ഞ പോലെ തന്നെയുള്ള ഒരു 3 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ നിങ്ങളുടെ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ്. ഇവിടെ പൊതുവിൽ എന്താ വെച്ചാൽ ലാംഗ്വേജുമായി ബന്ധപ്പെട്ട് കുറെ കുട്ടികൾ നല്ലൊരു ബുദ്ധിമുട്ട് അനുഭവിക്കാറുണ്ട്. നിങ്ങൾ ചിലപ്പോൾ ചെറുപ്പത്തിലൊക്കെ ആദ്യമേ നേരത്തെ ഇംഗ്ലീഷ് പറഞ്ഞ ആൾക്കാരായിരിക്കും അല്ലെ, നാട്ടിലത്തെ കുട്ടികളൊക്കെ ചിലപ്പോൾ നിങ്ങൾ കസിൻസ് വരെയൊക്കെ ഒരു നിങ്ങളുടെ ഏജിൽ ഇംഗ്ലീഷ് അത്ര തന്നെ സംസാരിക്കുന്ന സമയത്ത് നിങ്ങൾ നന്നായി ഇംഗ്ലീഷ് സംസാരിച്ച ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷേ സ്റ്റിൽ നിങ്ങൾക്ക് മലയാളം ചിലപ്പോൾ അത്ര തന്നെ ബുദ്ധിമുട്ടായിരിക്കാനും ചാൻസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങളുടെ ലാംഗ്വേജ് നല്ല ഉഷാറായിരിക്കും. അപ്പോൾ ഞാൻ ഒന്നാമത് പറയട്ടെ, ലാംഗ്വേജിൽ ഇപ്പോൾ നമ്മൾ പറയാൻ സാധാരണ ഇവിടെ വരുമ്പോൾ മലയാളത്തിലെ കാര്യമുള്ളൂ. പക്ഷേ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് പറയാം, നിങ്ങൾ ഇവിടെ വന്ന് നിങ്ങൾ ഇംഗ്ലീഷ് കളയരുത്. നിങ്ങൾ ഇവിടെ വന്നിട്ട് നിങ്ങളുടെ ലാംഗ്വേജ് ഉള്ളത് ലൂസ് ചെയ്യരുത്. പൊതുവിൽ കാണാറുള്ള ഒരു പരിപാടിയാണ്, 10 വരെയൊക്കെ നന്നായി ലാംഗ്വേജ് ഉണ്ടായിരുന്ന കുട്ടികൾ ഇവിടെ വന്നിട്ട് അതൊക്കെ വിട്ടുപോയി, അവിടെ സംസാരിക്കുന്നത് ഇവിടെ അതൊന്നും ഉപയോഗിക്കുന്നില്ല. പിന്നെ ആ ഇംഗ്ലീഷൊക്കെ മറന്നിട്ടാണ്, പിന്നെ അവിടെ നാടൻ ഇംഗ്ലീഷും അല്ലെ, അവിടുന്ന് മോഡേണിൽ നിന്നും നാടേൺ ആവണ കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നുള്ള ഒരു കാര്യം. രണ്ടാമത് നിങ്ങളുടെ മലയാളവുമായി ബന്ധപ്പെട്ട് കുറേ കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു കാര്യം ഇവിടുത്തെ ചിലപ്പോൾ നിങ്ങൾ സ്കൂളിലേക്കൊക്കെ വരുമ്പോഴാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട്. കോളേജിലാകുമ്പോൾ ചിലപ്പോൾ ഇംഗ്ലീഷ് മലയാളത്തിൽ യൂസ് ചെയ്യുന്നുണ്ടാവില്ല. പക്ഷേ സ്റ്റിൽ നമ്മൾ പുറത്തൊക്കെ സംസാരിക്കുമ്പോൾ, പുറത്ത് പോകുമ്പോൾ ബോർഡുകൾ വായിക്കാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതേപോലെ തന്നെ ഇപ്പോൾ കൂട്ടുകാർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ അത് മനസ്സിലാവാതിരിക്കുക, നമുക്ക് ചിലപ്പോൾ കട്ടിയുള്ള വാക്കുകൾ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ UAE ക്ലാസ് എടുക്കാൻ വന്നപ്പോൾ അവിടുത്തെ കുട്ടികളെ ഒരു ക്ലാസ് എടുത്ത സമയത്ത് മനസ്സിലാവില്ല എന്ന് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ, ഈ വൈവിധ്യം എന്ന് പറഞ്ഞ വാക്ക് മനസ്സിലാവില്ല എന്ന് പറയും, വൈവിധ്യം. അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു, പഠിച്ചോനെ വൈവിധ്യം എന്ന് പറഞ്ഞ വാക്ക് കുട്ടികൾക്ക് മനസ്സിലാവണില്ലേന്ന്. അപ്പോൾ സംഭവം എന്താണെന്നറിയോ, ഞങ്ങൾക്കൊരു വളരെ കോമൺ ടേമാണ്. ലൈക്ക് നമ്മൾ നാട്ടിലുള്ളവർക്ക് വൈവിധ്യം പറഞ്ഞാൽ ഡൈവേഴ്സിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ അവിടുത്തെ കുട്ടികൾ അത് കേട്ടിട്ടില്ല. അപ്പോൾ കുറേ ടേംസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ അധികം കേട്ടിട്ടുണ്ടാവാതിരിക്കാൻ സാധ്യത കൂടുതൽ. അപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, അവിടെ നിന്ന് വരുന്നതിന് മുൻപ് തന്നെ കുറച്ചൊരു പ്രിപ്പറേഷൻ നടത്തണം. ലാംഗ്വേജിന്റെ വിഷയത്തിൽ ചെറിയൊരു പ്രിപ്പറേഷൻ നിങ്ങൾ നടത്തിയേ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ പെട്ടെന്ന് വന്ന ഒരു കൾച്ചറുടെ ഒരു അഡാപ്റ്റേഷൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് തീരെ മലയാളം യൂസ് ചെയ്യാതെ, മലയാളം വായിച്ചു തുടങ്ങാത്ത ആളുകളുണ്ടെങ്കിൽ, മലയാളം ആവശ്യമില്ലാതെ വെച്ചിട്ട് ആൾക്കാരുണ്ടെങ്കിൽ, നിങ്ങളൊരു ബേസിക് റീഡിങ്, ഒരുപാടൊന്നുമില്ലെങ്കിലും ബേസിക് റീഡിങ് നിങ്ങൾ എന്തായാലും പഠിക്കണം. കാരണം സംസാരിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ റീഡിങ് എന്നുള്ളത്, റൈറ്റിംഗ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് തന്നെയാണ് ലാംഗ്വേജ്. അപ്പോൾ ബേസിക്കായ റീഡിങ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് വരുന്ന സമയമാകുമ്പോഴേക്കും അത് നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. അത് നമുക്ക് എന്നും ഒരു മുതൽക്കൂട്ടായിരിക്കും എന്ന് മാത്രമല്ല, ഒരു ലാംഗ്വേജ് പുതിയ പഠിക്കുക എന്നുള്ളത് നമുക്കൊരു അസറ്റ് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് സർക്കിളാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് എൻ്റെ കൂടെ ഷിയാദ് സാറും ഇതിന് കൂടെ കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്യും. എന്തായാലും ഫ്രണ്ട്ഷിപ്പ് എന്നത് ശരിക്കും പറഞ്ഞാൽ വളരെ ഡിഫറെൻ്റ് ആണ് രണ്ട് സ്ഥലത്തും. അത് ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ അറിയോ, ഇപ്പോൾ ഗേൾസും ബോയ്സും ഒക്കെ ഇതിലുണ്ടല്ലോ. ഇപ്പോൾ ബോയ്സ് ആണെങ്കിൽ നാട്ടിലേക്ക് വരുമ്പോൾ പെട്ടെന്ന് തന്നെ വേറൊരു സർക്കിളിലേക്ക് ചേക്കേറാൻ സാധ്യതയുണ്ട്, വേറെ സർക്കിളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. നിങ്ങൾ ഇവിടുത്തെ നാടൻ കുട്ടികളൊക്കെ കൂടി നല്ലൊരു എക്സ്പീരിയൻസ് എക്സ്പോഷർ നിങ്ങൾക്ക് കിട്ടും. പക്ഷേ പെൺകുട്ടികളാണെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ സർക്കിളിൽ നിന്ന് നിങ്ങൾ കൂട്ടിപ്പിടിക്കാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഒരിക്കലും ലൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ചിലപ്പോൾ നമ്മൾ സാധാരണ പറയാം ട്രയോസ് അല്ലെ, 3 ഫ്രണ്ട്സ് ഉള്ള ആൾക്കാരുണ്ടാവും, അല്ലെങ്കിൽ 4 ഫ്രണ്ട്സ് ഉള്ള ഗ്യാങ്ങുകൾ ഉണ്ടാവും, ഗ്യാങ്ങുകളുടെ പേരുകൾ ഉണ്ടാവും, ഒക്കെ ഉണ്ടാവും. എന്തായാലും നാട്ടിലേക്ക് വരുമ്പോൾ അത് ലൂസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, അത് ഓൺലൈനിൽ ഇങ്ങനെ അവരായിട്ട് ബന്ധമുണ്ട്, അവരുടെ ഇങ്ങനെ അപ്ഡേറ്റ് ചെയ്യും, പിന്നെ പതിയെ അവരിങ്ങനെ നമ്മൾ അകന്ന് പോവാണ് ചെയ്യുക. അതൊരു പതിവാണ്, അത് നമ്മൾ എപ്പോഴും കാണുന്നുണ്ട്. എന്തായാലും ഫ്രണ്ട്ഷിപ്പ് എന്നത് നമുക്ക് ഒരിക്കലും ഇങ്ങനെ ഇൻഫോംഡ് ആയി നേരത്തെ കൂട്ടി ഇന്ന ഫ്രണ്ട്സ് എനിക്ക് മതി, ഇന്ന ആൾക്കാർ എനിക്ക് മതി, അങ്ങനെ തീരുമാനിക്കാൻ എന്തായാലും പറ്റില്ല, നമുക്കറിയാം. പക്ഷെ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ്, നമ്മൾ നല്ലൊരു ഫ്രണ്ട് ആവുക എന്നുള്ളത് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും അല്ലെ. നമ്മൾ നല്ലൊരു ഫ്രണ്ട് ആവുക. കുട്ടികളെ, ഒരിക്കലും നമ്മളൊരു സ്ഥലത്തേക്ക് പോകുന്നത് അവിടുത്തെ ആളുകളെ ഫോളോ ചെയ്യാനല്ലോ അല്ലെ. ഹേർഡ് മെന്റാലിറ്റി നമ്മൾ അതിന് പറയാം, ഹേർഡ് മെന്റാലിറ്റി അല്ലെ, കൂട്ടത്തിൽ കൂടാ. അവിടെ പോയാൽ അവിടുത്തെ ആളാവുക, ഇവിടെ പോയാൽ ഇവിടുത്തെ ആളാവുക, അങ്ങനത്തെ അവസ്ഥ നമുക്ക് ഉണ്ടാവും. നമുക്കൊരു നിലപാട്, നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടാവണം. അപ്പോൾ നാട്ടിലേക്ക് വരുമ്പോഴും നിങ്ങളൊരു ഫ്രണ്ട്സിന്റെ സർക്കിളിലേക്ക് കയറുമ്പോൾ, ഒരു ഗ്യാങ്ങിലേക്ക് കയറുമ്പോൾ എന്തായാലും അങ്ങനെ ഉണ്ടാവുക. നാട്ടിൽ കോളേജ് ആകുമ്പോൾ നിങ്ങളൊരു 4-5 ആൾക്കാരുള്ള ഒരു ഗ്യാങ്, എന്തായാലും നിങ്ങൾക്ക് ക്ലോസ് സർക്കിൾ വരും. അവിടെയൊക്കെയും എന്താ വെച്ചാൽ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടെ അങ്ങനെ അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിച്ച് നമ്മുടെ സംസ്കാരം മാറ്റുക, നമ്മുടെ സ്വഭാവം, നമ്മുടെ സംസാരം മാറ്റുക, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മുസ്ലിങ്ങളാണ്, നമുക്ക് ദീനിയായ ഒരു കൃത്യമായ ചിട്ടവട്ടങ്ങളുണ്ട്, നമ്മുടെ സംസാരങ്ങൾ നമുക്ക് മിതത്വം പാലിക്കണം, നമുക്ക് കൃത്യമായി ഡിസ്കസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്, പറ്റാത്ത കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യമാണ്. പലതും കേൾക്കേണ്ടി വരും. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഇപ്പൊ ഇത്രയും കാലം സിനിമയൊന്നും കാണാത്ത ആൾക്കാർ ഇവിടെ വന്ന് സിനിമ കാണുന്നവരുണ്ടാവും. കാരണം എന്താ അറിയോ, ഞാൻ വെറുതെ പറയല്ല കേട്ടോ,
ഇവിടെ വരുമ്പോൾ ഇപ്പൊ അവിടെ സിനിമ ആൾക്കാരുണ്ടാവും, അത് ഞാൻ വേറെ പറയേണ്ട വിഷയമാണ്. എന്തായാലും ഇവിടെ വരുമ്പോൾ ഈ കുട്ടികളൊക്കെ ഭയങ്കര സിനിമ ഡിസ്കഷൻ, ഭയങ്കര സിനിമ അപ്ഡേറ്റ്സ്. അപ്പോൾ ഇനിയിപ്പോൾ ആ സർക്കിളിൽ ചേർന്നാൽ ഞാൻ എങ്ങനെ കൂടായിരിക്കുക, അങ്ങനത്തെ ഒരു ചിന്ത വെച്ച് ഒരു ഹറാമിലേക്ക്, ഒരു തിന്മയിലേക്ക് പോവുക, മ്യൂസിക് കേൾക്കാൻ തുടങ്ങുക. ഇങ്ങനത്തെ ഒരു അവസ്ഥ നിങ്ങൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. രണ്ടാമത്തെ ഒരു ഭാഗം ഇതേപോലെ തന്നെ നമുക്കിപ്പോൾ ഈ ഫ്രണ്ട്സിൽ തന്നെ ഉണ്ടാകുന്ന ഡിസ്കഷൻസ്, ചിലപ്പോൾ വാക്കുകൾ, അങ്ങനത്തെ ഉപയോഗങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഈ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ, ഫ്രീഡം എന്ന് പറയുന്നത് നമുക്ക് നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് എന്തായാലും നമ്മൾ അത് കൂടുതൽ പൂർണ്ണമായി ഉപയോഗിക്കാൻ ശ്രമിക്കും. അപ്പോൾ കറങ്ങാമ്പോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഉപ്പയും ഉമ്മയോ അറിയാത്ത കറങ്ങാമ്പോക്കും ഇങ്ങനത്തെയൊക്കെ ഉണ്ടാകുമ്പോൾ എപ്പോഴും നമ്മുടെ സ്റ്റാൻഡ് എന്താണോ അതിൽ സ്ട്രോങ് ആയി നിൽക്കുക. അതിൽ നമുക്കൊരു മാറ്റം ഉണ്ടാവാതിരിക്കുന്നത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നമ്മൾ നല്ലൊരു ഫ്രണ്ട് ആവാന്നുള്ളതാണ്. നമ്മൾ അവർക്കാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെ എത്ര നല്ല കുട്ടികളാണോ അതേ നല്ല കുട്ടികളായിട്ട് ഇവിടെയും വരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ് ആ ഭാഗത്ത് പറയാനുള്ളത്. ഇനി ഞാൻ വളരെ ചുരുക്കി പറയുന്നത്, നിങ്ങൾക്ക് ഇനി ചോദിക്കാനുള്ള അവസരത്തിന് വേണ്ടി കേട്ടോ, ലാസ്റ്റ് ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങളെ ഹോസ്റ്റൽ അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് താമസിക്കുമ്പോൾ, നിങ്ങൾ വിട്ട് താമസിക്കുമ്പോൾ, പാരന്റ്സുമായി വിട്ട് താമസിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. അവിടെ ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഒന്ന് എന്താണെന്നറിയോ, ഈ ഒരു വാക്ക് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കോറിയിടണം. ഞാൻ ഇനി പറയുന്ന ഈ വാക്ക് നിങ്ങൾ കോറിയിടണം. എൻ്റെ അടുത്ത് എൻ്റെ ഫാമിലിയിലുള്ള ഒരു കസിൻ, ആ കുട്ടി, അവള് ഹോസ്റ്റലിൽ താമസിക്കാൻ വേണ്ടി ദൂരെ വീട്ടിലേക്ക് പോകുമ്പോൾ അവളുടെ ഉപ്പ അവളോട് പറഞ്ഞൊരു വാക്ക് എൻ്റെ അടുത്ത് പറഞ്ഞാണ്. അതെന്താണെന്നറിയോ, വീട്ടിൽ നിന്ന് കാണാതെ ഉപ്പയും ഉമ്മയും ഇനി ഉണ്ടാവില്ല, കൂടെ എപ്പോഴും നിയന്ത്രിക്കാൻ ഉണ്ടാവില്ല. അപ്പൊ ഉപ്പ പറഞ്ഞ വാക്ക് എന്താ അറിയോ, ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യവും എൻ്റെ മോളെ ജീവിതത്തിൽ ഉണ്ടാവരുത് എന്നാണ്. ഇത് നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം. ഉപ്പാക്കും ഉമ്മാക്കും അറിയാൻ പാടില്ലാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇവിടെ വന്നാൽ ഉണ്ടാവാൻ പാടില്ല. അത് ഇത്രയും കാലം എങ്ങനെയാണോ അതേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമുക്ക് വളരെ എളുപ്പമാണ് നമുക്ക് വെരിഫൈ ചെയ്യാൻ. ഇപ്പൊ നമ്മൾ തെറ്റിലേക്കോ നന്മയിലേക്കോ ഒക്കെ പോകുമ്പോൾ വളരെ എളുപ്പമാണ്. ഇപ്പൊ നിങ്ങൾ ഫ്രണ്ട്സ് ഗ്യാങ് എടുക്കുന്നു, നിങ്ങൾ തെറ്റിലേക്ക് പോകണം തോന്നുകയാണെങ്കിൽ ഇപ്പൊ ഇമ്മ അറിയാൻ പറ്റാത്ത കാര്യമാണോ, അത് തെറ്റാണ്, അത്രേ ഉള്ളൂ. അത്ര വെരിഫൈ ചെയ്യാൻ എളുപ്പമാണ് ഈ കാര്യം. അപ്പൊ ഉപ്പച്ചിക്കും ഉമ്മച്ചിക്കും അറിയാൻ പറ്റാത്ത ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ ഇനിയും ഉണ്ടാവാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് നാട്ടിൽ വരുമ്പോൾ ആ ഒരു കാര്യത്തിൽ ഒരു അഡാപ്റ്റേഷനിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, ഹോസ്റ്റൽ ലൈഫിലേക്ക് എത്തുമ്പോൾ ഈ റിലേഷൻഷിപ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന ഒരു കൾച്ചറാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഹോസ്റ്റൽസൊക്കെ നിൽക്കുമ്പോൾ ഗേൾസ് ഒക്കെ ആണെങ്കിൽ അത്തരത്തിലുള്ള ചിന്തകൾ വരിക, ഹോമോസെക്ഷൽ ആയിട്ടുള്ള ചിന്തകൾ വരിക. അപ്പോൾ ഇതിലെന്താ പറയുക, ഒരു കാര്യം, ഈ ചിന്തകളുടെ ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് സൈക്കോളജിക്കൽ എഫക്റ്റുകളാണ് അല്ലേ, നിങ്ങൾക്ക് അറിയാവുന്നതാണോ. അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ കൾച്ചർ നമ്മളെ നന്നായി ബാധിക്കും. അപ്പോൾ ഭയങ്കര ക്ലോസ് ഫ്രണ്ട്സ് ആകുമ്പോൾ ഹോസ്റ്റലിലേക്ക് ഒന്നിച്ച് കടത്തും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ അത്തരം ചിന്തകളിലേക്ക് പോയിരിക്കണം നമുക്ക് ഒരിക്കലും പറ്റില്ല കുട്ടികൾ, ഒരിക്കലും പറ്റില്ല. അപ്പോൾ അത് ചിന്തിക്കാൻ പോലും പറ്റാൻ മാത്രമല്ല നമ്മളത് സ്ട്രോങ് ആയിട്ട് ഒബ്ജക്റ്റ് ചെയ്ത ആളുകളാണ്. അപ്പോൾ ആ ഒരു വിഷയത്തിൽ നിങ്ങൾ സ്ട്രോങ് ആയി. രണ്ടാമത്തത്, പൊതുവിൽ ഞാൻ ഒരു കാര്യം പറയാം. നിങ്ങൾക്ക് നമ്മളൊരു പ്രായം, നമ്മൾക്ക് എന്താ പറയുക, ഇൻഡിവിജ്വൽ യൂണിവേഴ്സുകളാണെന്നാ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോരോ ചിന്തകളുണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോരോ കൺസേൺസ് ഉണ്ട്, നിങ്ങൾക്ക് ഓരോരുത്തരും ഓരോരോ ചിന്തയിലാണ് നിൽക്കുന്നത്. ചിലപ്പോൾ അവിടെ കുറെ ഡിപ്രഷൻ, കുറെ ചിന്തകൾ, സങ്കടങ്ങളിലൊക്കെ ഉണ്ടാവും, ഒരുപാട് സന്തോഷം ഒക്കെ ഉണ്ടാവും. എന്തായാലും നമ്മൾ ഈ ഒരു പ്രായത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഷെയറിംഗ് ആണ്. നമ്മൾ ഒരാൾക്ക് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെടുത്ത ഓപ്പോസിറ്റ് ജെൻഡറോട് തന്നെ. കുട്ടികളെ സ്വാഭാവികമാണ് അല്ലേ. നമ്മളിപ്പോൾ ആൺകുട്ടിയാണെങ്കിൽ ഒരു ആൺകുട്ടിക്ക് ഒരു പെൺകുട്ടിയോട് ഷെയർ ചെയ്യുന്ന അത്ര സന്തോഷം വേറെ ഒന്നിനും കിട്ടില്ല. അതുപോലെ തന്നെ ഒരു പെൺകുട്ടി ഒരു ആൺകുട്ടിയോട് ഷെയർ ചെയ്യുന്ന അത്ര സന്തോഷം വേറെ ഒന്നും കിട്ടില്ല. സ്വാഭാവികമായിട്ടും ആ ഒരു ഇഷ്ടം, ആ ഒരു ഷെയറിംഗ് മെന്റാലിറ്റി നാട്ടിലേക്ക് വരുമ്പോൾ ഫോണൊക്കെ നിങ്ങൾക്ക് കിട്ടും സ്വന്തം കയ്യിൽ, അവിടെ നിന്ന് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പിന്നെ ഹറാമായ റിലേഷനിലേക്ക് എത്തുന്ന ഒരുപാട് പേരെ കാണാറുണ്ട്, ഒരുപാട് പേര്. ഞാൻ വളരെ ഓപ്പൺ ആയിട്ട് പറയാണ്, GCC എന്നല്ല, പുറത്ത് പഠിച്ച് നാട്ടിലേക്ക് വന്ന കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഈ റിലേഷനിലൊക്കെ ഏറ്റവും പെട്ടെന്ന് അകപ്പെടുന്നത്. കാരണം നാട്ടിലെ കുട്ടികൾക്ക് പെട്ടെന്ന് വെരിഫൈ ചെയ്യാൻ അറിയാം ഒരു പരിധിവരെ. പക്ഷേ നിങ്ങൾ കുറ്റപ്പെടുത്തുന്നല്ലോ കേട്ടോ, നിങ്ങൾ എന്നുള്ള നിലക്കല്ല. പക്ഷെ പൊതുവിൽ നിങ്ങൾ നാട്ടിലത്തെ പയ്യന്മാരുടേതും അല്ലെങ്കിൽ പെൺകുട്ടികളൊന്നും അറിയാത്തതുകൊണ്ട് തന്നെ അതിൽ പെട്ടുപോകാണ്. അതുകൊണ്ട് റിലേഷൻഷിപ്പുകൾ എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ സ്ട്രോങ് ആയ ഒബ്ജക്ഷൻ വെക്കാൻ തയ്യാറായേ പറ്റുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹലാലായ രൂപത്തിൽ വിവാഹപ്രായം വരെ ഒരിക്കലും ഈ ലവ് അഫെയർ പോലത്തെ സാധനങ്ങൾക്ക് പെട്ടുപോലും കുട്ടികൾ. അതിന് വേണ്ടത് ആദ്യത്തെ സ്റ്റെപ്പായ ചാറ്റിങ്ങിൽ തന്നെ നമ്മൾ അവസാനിപ്പിക്കുക. അതിൽ പറ്റൂല നമുക്ക്. അതുകൊണ്ട് ഇവിടെ വന്ന് നമുക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യമുണ്ട്. അവിടുത്തെ ഓരോ കാര്യങ്ങളും നമുക്ക് അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും. അവിടെ നമ്മൾ ഉമ്മമാർക്ക് ഉപ്പഴത്ത് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാർക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതല്ലാതെ നമ്മളൊരു ബോയ് ഫ്രണ്ട്, ഒരു ഗേൾ ഫ്രണ്ട് കിട്ടുമ്പോൾ നമ്മൾ അവിടെ ഗേൾ ഫ്രണ്ട് കേട്ടോ, ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും അല്ല, ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും, നമ്മൾ ഓപ്പോസിറ്റ് ജെൻഡറിൽ വരുമ്പോൾ നമ്മൾ അവർക്ക് ഇങ്ങനെ ചാറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത്, അപ്പോൾ അവർ നമ്മളെ ഹെൽപ്പ് ചെയ്ത് നമ്മളെ കുറെ സഹായിച്ച് ഇങ്ങനെ ഒരു അഹാമായ റിലേഷനിലേക്ക് എത്തുന്ന ആളുകൾ വളരെ അധികമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഈ ഒരു വേദിയിൽ വെച്ച് ഞാൻ പറയുന്നു, ഇനി നാട്ടിൽ പഠിക്കാൻ പോകുന്ന എൻ്റെ മുമ്പിൽ എന്നെ കേൾക്കുന്ന എല്ലാ മക്കളും, നിങ്ങൾ ഇനി അങ്ങനത്തെ എന്തെങ്കിലും ചാറ്റിങ് തുടങ്ങുമ്പോൾ അപ്പം ആലോചിക്കണം ഈ ഒരു സെഷനും ഈ ഒരു സംസാരവും ഒരിക്കലും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തില്ല എന്നുള്ളൊരു സ്ട്രോങ് ആയ ഒബ്ജക്റ്റ് നിങ്ങൾക്ക് വേണമെന്നുള്ളതാണ്. ഏറ്റവും അവസാനം 2 കാര്യങ്ങൾ ഞാൻ പറയാം. ഒന്ന്, നല്ല നെറ്റ്വർക്കിംഗ് ഇപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നാട്ടിൽ നിങ്ങൾ പഠിക്കാൻ വരുന്നതിന് മുൻപ് തന്നെ ഇവിടെ നന്നായി നെറ്റ്വർക്ക് ചെയ്യുക, നന്നായി വിളിച്ച് ചോദിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് വേണം വരാൻ. നിങ്ങളൊരു കോളേജിൽ ചേരുമ്പോൾ ഇവിടെ വന്ന് അന്വേഷിക്കാൻ നിൽക്കുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് കുറേ പേര് ഡിസിഷനുകൾ കേൾക്കേണ്ടി വരും അല്ലേ. അവിടെ നിന്ന് പറയും ഇവിടെ ചേരാം, അവിടെ അടുത്താണ്, നിങ്ങൾക്ക് നടന്നു പോകാൻ ബസ് അധികം കയറേണ്ട, പല അഭിപ്രായം കേട്ട് പോയി ചേർന്ന് നമ്മൾ അബദ്ധം പറ്റും. അതുകൊണ്ട് ഇപ്പോൾ നെറ്റ്വർക്കിംഗ് തുടങ്ങണം. ഡിസിഷൻസ് ഇൻഫോംഡ് ആവണമെങ്കിൽ നമ്മൾ നേരത്തെ പണി തുടങ്ങണം. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങളൊരു പ്ലാൻ വേണം. നിങ്ങൾ എങ്ങനെയാണ്, എവിടെയാണ്
ചേരാൻ പോകുന്നത്, ഏത് കോഴ്സാണ് എടുക്കാൻ പോകുന്നത്. നെറ്റ്വർക്കിംഗ് ഈസ് റിയലി ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തെ കാര്യം, ആ നെറ്റ്വർക്കിംഗ് തന്നെ എക്സ്പീരിയൻസുകൾ ചോദിച്ചറിയണം കുട്ടികളെ. എക്സ്പീരിയൻസ്, നമ്മുടെ കോളേജിന്റെ സിസ്റ്റം എങ്ങനെയാണ്, നമ്മുടെ കോളേജിലെ അവസ്ഥകൾ എങ്ങനെയാണ്, സെമസ്റ്റർ എങ്ങനെയാണ്, പ്രൊജക്ട്സ് എങ്ങനെയാണ്, അസൈൻമെന്റ്സ്, സെമിനാർസ് എങ്ങനെയാണ്, അതൊക്കെ ചോദിച്ചറിയണം. അതൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് ചോദിച്ചറിയാൻ. ഇപ്പോൾ ഞങ്ങളൊക്കെ എപ്പോഴും പറയും, നമുക്ക് അതൊക്കെ പറഞ്ഞു കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമുക്ക് കുറേ റിയലൈസേഷൻസ് ഉണ്ട്. ഞാനിപ്പോൾ കോളേജിൽ ഇറങ്ങിയ സമയത്ത് എൻ്റെ ജൂനിയേഴ്സിനെ വെച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഞാൻ ചെയ്ത് റിയലൈസേഷൻ സീരീസ് ഓഫ് സീനിയർ എന്നുകൊണ്ട് ഇട്ടു. റിയലൈസേഷൻസ്, കാരണം നമ്മൾ കോളേജിലെങ്കിൽ ഒരുപാട് റിയലൈസ് ചെയ്ത് കുറേ കാര്യങ്ങൾ അങ്ങനെയുള്ളത്. നമ്മളിപ്പോൾ നമുക്ക് ഒരു കാര്യം കഴിയുമ്പോൾ കുറേ കാര്യം റിയലൈസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. രണ്ടാമത്തെ ഡിറ്റർമിനേഷൻ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നല്ല ഡിറ്റർമിൻഡ് ആവണമെന്നുള്ളതാണ്. നിങ്ങൾ അവിടെ നിന്ന് വരുമ്പോൾ നിങ്ങളിൽ ഒരു മാറ്റമല്ല വേണ്ടത്, നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നിങ്ങൾ നന്മയിൽ നിൽക്കുക എന്നുള്ളതാണ്. ദീനീ ബോധം ഒരിക്കലും കൈവിടാതിരിക്കുക എന്നുള്ളതാണ്. അവിടെ നിന്ന് വരുമ്പോഴേക്കും ഇവിടെ വന്ന് പിന്നെ പെൺകുട്ടികളാണെങ്കിൽ തട്ടങ്ങൾ അഴിയുക, അങ്ങനെ ഹിജാബ് പോവുക. നമ്മുടെ ലക്ഷ്യം ഹിജാബ് എന്ന് പറയുമ്പോൾ മുടിമറക്കൽ മാത്രമല്ല, അത് ഹിജാബ് ഒരു ഐഡന്റിറ്റിയാണ്. നമ്മുടെ ലക്ഷ്യം ദീൻ എന്ന് പറയുമ്പോൾ അത് ഐഡന്റിറ്റിയാണ്. മുസ്ലിം ഒരു ആൺകുട്ടിയാണെങ്കിൽ കൂട്ടുകാരൊപ്പം കളിക്കാനും പോയിട്ട് അവസാനം ഹറാമായ കുറേ സ്ഥലങ്ങളിൽ എത്തിപ്പെടുക, സിനിമ, മറ്റേ ഡാൻസ്, പാട്ടുകൾ, ഇങ്ങനത്തെയൊക്കെ എത്തിപ്പെടാതിരിക്കണമെങ്കിൽ നമ്മൾ ദീൻ എന്തുകൊണ്ട് ഫോളോ ചെയ്യുന്നു, അതൊരിക്കലും നമ്മുടെ ഉമ്മയോ ഉപ്പയോ, നമ്മൾ അവിടെ ഒരു GCC രാജ്യത്തായതുകൊണ്ടല്ല. നിസ്കാരത്തിന്റെ കാര്യത്തിലൊക്കെ സ്ട്രോങ് ആയ ഒരു കാര്യം. അപ്പോൾ ഈ ഒരു നിസ്കാരത്തിൽ, ഈ ഒരു വിഷയത്തിലൊക്കെ നമ്മൾ സ്ട്രോങ് ആയി നിലപാടെടുക്കണമെങ്കിൽ ദീൻ ഒരിക്കലും നമ്മൾ സ്ഥലത്തായതുകൊണ്ടോ കുറച്ച് ആൾക്കാർ അണ്ടറിലായതുകൊണ്ടോ നമ്മൾ ചെയ്യുന്നതല്ല. മറിച്ച് ഏതൊരു സ്ഥലത്തായിക്കോട്ടെ അള്ളാഹിന്റെ റഹ്മത്തും ആ റബ്ബിന്റെ ഒരു കാരുണ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ ആ ഒരു കൃത്യമായ നിലപാട് നമ്മൾ എപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമാണ് ഓർമ്മപ്പെടുത്താൻ. നിങ്ങളുടെ ചോദ്യങ്ങൾ ഉത്തരം പറയാനുള്ള ഒരു സമയം കൂടി കിട്ടുമ്പോൾ നമുക്ക് കൂടുതൽ സംസാരിക്കാനാണ് വിചാരിക്കുന്നത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഷെഫീഖ് സാർ. യെസ്, ഓഡിബിൾ അല്ലേ? അതെ അതെ അതെ. ജസാക്കല്ലാഹു ഖൈർ, ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ നമ്മൾ ഇതുവരെ പ്രതീക്ഷിച്ചിട്ട് പോലും ഇല്ലാത്ത പല കാര്യങ്ങളിലും നമുക്കൊരു റിമൈൻഡർ ആണ് ഇവിടെ തന്നിട്ടുള്ളത് ഷംജാദ് സാർ. ജസാക്കല്ലാഹു ഖൈർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു കേട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന രൂപത്തിലാക്കി തീർക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഇനി ഇതിന് കൂടെ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട പ്രധാനപ്പെട്ട ചില വിഷയങ്ങൾ കൂടി, പ്രത്യേകിച്ചും ഹോസ്റ്റൽ ലൈഫുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ കോളേജിലേക്ക് എത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങൾ. കാരണം സാധാരണ GCCയിലൊക്കെയുള്ള കുട്ടികളോട് പൊളിറ്റിക്സിനെ കുറിച്ച് ചോദിച്ചു, പൊളിറ്റിക്സ് ഒക്കെ എന്തിനാ അതിന്റെ ആവശ്യം? അതൊരു മോശപ്പെട്ട കാര്യമായിട്ട്, അതൊന്നും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമല്ല. അത് കുറെ അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടാനുള്ള, കുറെ ചർച്ച ചെയ്യാനുള്ള, കുറെ സമരം ചെയ്യാനുള്ള, ഈ രൂപത്തിലൊക്കെ അതിനെ മനസ്സിലാക്കി വെച്ച ആളുകൾ ആണ് കൂടുതലുള്ളത്. ചിലർക്ക് എന്താണ് നാട്ടിൽ നടക്കുന്ന പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ കേരളത്തിലെ ജില്ല ഏതാന്ന് ചോദിക്കുമ്പോൾ കേരളം എന്ന് വരെ പറയുന്ന കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്, ചെറിയ പ്രായത്തിലുള്ള കുട്ടികൾ. പക്ഷെ സ്വാഭാവികമായിട്ട് 10ാം ക്ലാസ് പ്ലസ് 2 ഒക്കെ എത്തുമ്പോൾ നമുക്ക് കുറച്ചും കൂടി സോഷ്യൽ സയൻസും കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ട് കുറച്ചും കൂടി ഒരു അറിവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നിരുന്നാലും നമുക്ക് ഒരു ആദ്യം ഒരു അറിവില്ലാത്തൊരു വിഷയത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുന്ന സമയത്ത് പൊളിറ്റിക്കൽ പാർട്ടിയിൽപ്പെട്ട വ്യത്യസ്ത സ്റ്റുഡൻസ്, ക്യാമ്പസിൽ തന്നെയുള്ള വ്യത്യസ്ത പൊളിറ്റിക്കൽ പാർട്ടികളിൽപ്പെട്ട ആളുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരാൻ സാധ്യതയുണ്ട് നല്ല ഉറപ്പാണ്. വന്നിട്ട് നമ്മളോട് അവരെ കുറിച്ച് പറയുകയും അവരെ പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറയുകയും, അപ്പോൾ നമ്മൾ ചിലപ്പോൾ ആദ്യമായിട്ട് അവരെ കുറെ തിയറീസും കാര്യങ്ങളൊക്കെ ഇത് കുഴപ്പമില്ലല്ലോ, ഞാനുണ്ട് എന്ന രൂപത്തിൽ അവരുടെ കൂടെ കൂടുകയും പിന്നെ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻസേർട്ടഡ് ആവുന്ന ഒരവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളിലൊക്കെ പ്രത്യേകിച്ച് പൊളിറ്റിക്കൽ പാർട്ടീസിലും അതുപോലെ തന്നെ ഹോസ്റ്റൽ ലൈഫിലും ഒക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളെ കുറിച്ച് കൂടെ ചില റിമൈൻഡേഴ്സ് നമുക്ക് തരാൻ വേണ്ടി ഷിയാദ് സർ നമ്മുടെ കൂടെ ഉണ്ട്. അദ്ദേഹത്തെ വളരെ ആദരപൂർവ്വം ക്ഷണിക്കാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കേൾക്കുന്നുണ്ടോ? അതെ അതെ, ക്ലിയർ ഉണ്ട്. സൗണ്ട് കട്ടാണ്, പറയാൻ നെറ്റ്വർക്ക് ചെറിയ എന്തോ ഇഷ്യൂ കാണുന്നുണ്ടോ? ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാ, അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഏറെ പ്രിയപ്പെട്ട GCC രാഷ്ട്രങ്ങൾ, വിവിധ രാജ്യങ്ങളിലുള്ള സ്റ്റുഡൻസ് ഉണ്ട്. ഇപ്പോൾ ഷംജാസിന്റെ സംസാരം നിങ്ങൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. അപ്പോൾ അതിൽ നിന്നൊരു വേറൊരു പെർസ്പെക്റ്റീവ് അല്ലേ, നിങ്ങൾ ഷെഫീഖ് സൂചിപ്പിച്ച പോലെ നമ്മൾ GCCയിൽ അല്ലെങ്കിൽ സൗദി ആവട്ടെ, UAE ആവട്ടെ, ബഹ്റൈൻ ആവട്ടെ, അവിടെയൊക്കെ ജീവിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ഇതിൽ നിന്ന് വളരെ വ്യത്യസ്തമാണ് നാട്ടിലേക്ക് വരുമ്പോൾ ഒരു ക്യാമ്പസിലെ രാഷ്ട്രീയം അല്ലെങ്കിൽ
ക്യാമ്പസിലുള്ള ഒരു പൊളിറ്റിക്കൽ എൻഗേജ്മെന്റ് എന്നൊക്കെ പറയുന്നത് അല്ലേ. നമ്മള് സൗദിയിൽ അല്ലെങ്കിൽ യു എയിലും അല്ലെങ്കിൽ GCC ഏത് രാജ്യങ്ങളിലായിക്കോട്ടെ നമ്മളവിടെ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും മറ്റ് എൻഗേജ് ചെയ്യാനുള്ള ഏരിയകളൊക്കെ ഉണ്ട്. എന്നാലും പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസ് നാട്ടിലെ പോലെ വൈബ്രന്റ് ആയിട്ട് സമരങ്ങള്, ജാഥകള് അതൊക്കെ നമ്മൾ ചിലപ്പം കാണുന്നത് വളരെ കുറവാണ്. എപ്പോഴെങ്കിലും നാട്ടിൽ ലീവിനൊക്കെ വരുമ്പോഴാവും പലപ്പോഴായിട്ട് നമ്മൾ കാണാറുണ്ടാവും. അപ്പം അത്തരത്തിലുള്ള ഒരു സാഹചര്യങ്ങളിൽ നിന്ന് പ്രത്യേകിച്ച് പഠനത്തിനും മറ്റാവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ നാട്ടിലേക്ക് എത്തുന്ന ഒരു സമയത്ത് പലപ്പോഴും എന്താണ് നമുക്കൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ കാണും. അപ്പം ഞാൻ ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് ഇങ്ങനെ തുടങ്ങാന്ന് വിചാരിക്കുകയാണ്. നിങ്ങളോട് തന്നെ ചോദിക്കുക, വാട്ട് ഡസ് ഇറ്റ് മീൻ ടു ബി പൊളിറ്റിക്കൽ അല്ലേ. നമ്മുടെ ജനറേഷനെ കുറിച്ചിട്ടില്ലേ. ഞാനിതുപോലെ സൗദിയിലായിരുന്നു പഠനം കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നു. പിന്നീട് +1 +2 ഒക്കെ ആയപ്പോൾ നാട്ടിലെത്തി. അതുപോലെ ഡിഗ്രി ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇത് കംപ്ലീറ്റ് ചെയ്തു. അപ്പം ഞാൻ നിലവിൽ എൻ്റെ ഹോസ്റ്റൽ റൂമിൽ, ഞാൻ ഇപ്പോൾ നിലവിൽ PG ഹൈദരാബാദ് യൂണിവേഴ്സിറ്റിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹോസ്റ്റൽ റൂമിൽ നിന്നാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മള് ജനറേഷനെ കുറിച്ചിട്ടൊക്കെ പ്രത്യേകിച്ച് പറയാറുള്ളത് എന്താണ്, ഭയങ്കരമായിട്ട് എപ്പൊളിറ്റിക്കൽ ആണ് സ്റ്റുഡൻസ് ഒക്കെ. പുതിയ തലമുറ ഭയങ്കരമായിട്ട് എപ്പൊളിറ്റിക്കലായി മാറുന്നുണ്ട്. തീരെ പൊളിറ്റിക്കൽ അല്ല, വോക്കൽ അല്ല. ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും എൻഗേജ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊന്നും അവര് ചിന്തിക്കാറില്ല രാഷ്ട്രീയപരമായിട്ടില്ല. ഇപ്പൊ എന്തെങ്കിലും വളരെ സിമ്പിളായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി ആരാണ് അല്ലെങ്കിൽ പ്രസിഡന്റ് ആരാണെന്ന് ചോദിച്ചാൽ പോലും പലപ്പോഴും പല ആളുകൾക്കും പറയാൻ സാധിക്കാറില്ല. അപ്പം എന്താണ്, നമ്മുടെ ചുറ്റും നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊന്നും പലപ്പോഴും നമ്മൾ ബോധറാവരില്ല അല്ലെ. അപ്പൊ എന്താണ് പൊളിറ്റിക്കൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ചേർന്നാൽ മാത്രമാണോ നമ്മൾ പൊളിറ്റിക്കൽ ആവുക? അല്ലെങ്കിൽ എന്തെങ്കിലും സമരത്തിൽ പങ്കെടുത്താലാണോ? അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാനൊരു പൊളിറ്റിക്കൽ ആണെന്ന് എനിക്ക് പറയാൻ കഴിയുക? തീർച്ചയായിട്ടില്ലേ, നമ്മുടെ ചിന്തകളിൽ പലപ്പോഴും അല്ലെങ്കിൽ പല ആളുകളും ചിലപ്പോൾ ഇതിനെ ഈ രീതിയിലൊക്കെ വിമർശിക്കുന്നതായിട്ട് നമ്മൾ കേൾക്കാറുണ്ടാവും. അപ്പം ഞാനൊരു ചെറിയൊരു ഉദാഹരണത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ് അല്ലെ. ഫിലസ്തീൻ ഇഷ്യൂ അല്ലെ, നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വാർത്തകൾ. ഇപ്പം സീസ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ അല്ലെ മൈഗ്രേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ചെറിയ കുഞ്ഞുങ്ങൾ വരെ അറൌണ്ട് 50,000 ആളുകൾ ഈ ഒരു ഒക്ടോബർ 7 ശേഷം ഫിലസ്തീനിൽ മരണപ്പെടുക അല്ലെങ്കിൽ പരിക്കേൽക്കുക, അങ്ങനെ ഒരുപാട് ആളുകൾ പ്രയാസം അനുഭവിക്കാം അല്ലെ. ഇത് ശരിക്കും ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ അല്ലെ. നമ്മൾ ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് എന്താണ്, ഇത് നമ്മളെ ബാധിക്കുന്ന വിഷയം അല്ലെ, അല്ലെങ്കിൽ നമ്മൾ നിൽക്കുന്ന ഒരു പ്രദേശത്ത്, നമ്മൾ നിൽക്കുന്ന രീതിയിൽ നമുക്ക് ഇതിന്റെ ഒന്നും അനുഭവിക്കുന്നില്ലല്ലോ. അത് അവിടെയുള്ള ഫിലസ്തീനിലുള്ള ആളുകളെല്ലാം അനുഭവിക്കുന്നത്. അങ്ങനെ വളരെ നിസാരമായിട്ട് നമ്മൾ തള്ളിക്കളയേണ്ട ഒരു വിഷയമായിട്ട് നമ്മൾ കാണാറില്ല അല്ലെ. പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് പറയുമ്പോൾ ഫിലസ്തീൻ ഇഷ്യൂ അല്ലെ, നമ്മൾ അതിലെ നിലപാടെടുക്കല്ലേ, ഫിലസ്തീന്റെ കൂടെയാണ് നമ്മൾ നിൽക്കാറുള്ളത് അല്ലെ. അത് നമ്മുടെ ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ്. അപ്പൊ ആ ഒരു സ്റ്റാൻഡ് നമ്മൾ എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അല്ലെ നമ്മൾ ഫിലസ്തീനെ കുറിച്ചിട്ട് പഠിക്കണം. എന്താണ് ഇസ്രായേൽ ഫിലസ്തീൻ കോൺഫ്ലിക്റ്റ്, ചരിത്രപരമായിട്ട് നടന്നിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെ നമ്മൾ ചിലപ്പോൾ വായിക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ പലപ്പോഴും പല പ്രസംഗങ്ങളിലും മറ്റൊക്കെ കേൾക്കാൻ ശ്രമിക്കാറൊക്കെ ഉണ്ട് അല്ലെ. അങ്ങനെയാണ് ചിലപ്പോൾ നമ്മൾ ഈ ഒരു വിഷയത്തിൽ സ്റ്റാൻഡ് എടുക്കാറുള്ളത്. അപ്പൊ ഇത്തരത്തിലാണ് ഓരോ വിഷയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടുന്ന ഒരു ഒരു സൗണ്ട്
ഹലോ, കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ട്. ഓക്കേ. ഒരുപാട് നേരം ലീവ് ആയിട്ടില്ലല്ലോ, കുറച്ചല്ലേ ആയിട്ടുള്ളൂ? കുറച്ചൊരു 30 സെക്കൻഡ് ആയിട്ടുണ്ടാവും. ഓക്കെ സോറി. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നില്ലേ, ഇപ്പം ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ അല്ലേ പുതിയ വാർത്തകൾ എടുക്കുമ്പോൾ ട്രംപ് അധികാരത്തിൽ വരികയാണ്. അമേരിക്കയിലെ ട്രംപിന്റെ കീഴിലുള്ള സൗണ്ട് വീണ്ടും ബ്രേക്ക് ആയി. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ക്ലിയർ അല്ലേ? ഇപ്പൊ ക്ലിയർ. ഓക്കെ സോറി. അപ്പൊ എന്താണ്, അതെങ്ങനെയാണ് GCCയിലെ രാജ്യങ്ങളെ ബാധിക്കുക? അപ്പൊ അതൊക്കെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള വിഷയമാണ്. അപ്പം ഓരോ ഇത്തരത്തിലുള്ള ഓരോ കാര്യങ്ങളിലും എന്താണ് പൊളിറ്റിക്കലി നമ്മൾ എടുക്കേണ്ട നിലപാടുകൾ, ഇതൊക്കെ നമ്മൾ എന്താണ് ഇത്തരം വാർത്തകൾ വായിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന്റെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഈ രീതിയിലൊക്കെ അല്ലെ ഇപ്പൊ നമ്മൾ ഫിലസ്തീൻ ഇഷ്യൂ എന്നാണ് ഈ ഒരു ഇതിലേക്ക് വന്നത്. അപ്പൊ അങ്ങനത്തെ ഓരോ കാര്യങ്ങളിലും എന്താണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്ന, ലോകത്ത് നടക്കുന്ന ഇത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളും ഈ രീതിയിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് മാനങ്ങളുണ്ട്. അപ്പൊ നമ്മളെപ്പോഴും പൊളിറ്റിക്കൽ ആവുക എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിൽ എൻഗേജ് ചെയ്തുകൊണ്ട് ആവണമെന്ന് മാത്രമല്ല, ഓരോ വിഷയത്തിലും നമുക്ക് കൃത്യമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാവുക, അത് കൃത്യമായിട്ട് പഠിച്ചിട്ട് അല്ലെങ്കിൽ പല കാര്യങ്ങളും റെഫർ ചെയ്തിട്ട് വായിച്ചിട്ടൊക്കെ നിലപാടുകൾ ഉണ്ടാവുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആ രീതിയിൽ എപ്പോഴും നമ്മൾ പൊളിറ്റിക്കൽ ആവുക എന്നുള്ളത് ഈ രീതിയിൽ അല്ലേ നമ്മൾ സംസാരിക്കുന്ന വോക്കൽ ആവല്ലേ, നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ, നമ്മൾ ഇടുന്ന സ്റ്റോറികളിലും കാര്യങ്ങളിലും ഇത്തരം വിഷയങ്ങൾ വരിക, ആ രീതിയിൽ പ്രതികരിക്കാൻ കഴിയുക, അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ എൻഗേജ് ചെയ്തിട്ട് നമ്മൾ പൊളിറ്റിക്കൽ ആവുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ. പിന്നീട് ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം. ഞാൻ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഡിഗ്രി ചെയ്യുന്ന സമയത്ത്, എൻ്റെ ഫസ്റ്റ് ഇയർ സമയത്ത് നമ്മുടെ ക്യാമ്പസിൽ ഒരു പ്രൈഡ് റാലി നടക്കുകയാണ്. പ്രൈഡ് റാലി നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവില്ലേ, LGBTQ വിഷയത്തിൽ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ LGBTQ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അവരെല്ലാവരും കൂടി ഒരുമിച്ച് നിന്നിട്ട് റാലി നടത്തും. ഇപ്പോൾ ക്യാമ്പസിലാണെന്നുണ്ടെങ്കിൽ ക്യാമ്പസിന് ചുറ്റുവട്ടത്തും അവരുടെ സ്ലോഗൻസും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള രീതിയിൽ റാലികൾ ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ഇയർ ആയ സമയത്ത് നമുക്ക് എന്താണ്, നമ്മൾ വിസ്ഡം സ്റ്റുഡൻസിലൊക്കെ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ വിഷയത്തെ കുറിച്ചിട്ടൊക്കെ ധാരണ ഉണ്ടാവാറുണ്ട്. അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് മദ്രസ എന്നൊക്കെ അല്ലേ ഈ ഒരു വിഷയത്തിലുള്ള ലൂത്ത് നബിയുടെ വിഷയവും മറ്റൊക്കെ അറിയുന്നതുകൊണ്ട് എന്താണ് അത് ഇസ്ലാമിക്കലി തെറ്റാണെന്ന് അറിയാം. എന്നാൽ ഇത് അറിയാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പം പ്രത്യേകിച്ച് പ്രൈഡ് റാലി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള ചിഹ്നങ്ങൾ ഉണ്ടാവില്ല, ഐക്കൺസ്, ഇപ്പം റെയിൻബോ കളേഴ്സ് ഒക്കെ. അപ്പോൾ പലപ്പോഴും പല ആളുകളും മുഖത്തൊക്കെ റെയിൻബോ പെയിന്റിങ് ചെയ്യാറുണ്ട്. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, മുസ്ലിംസ് ആയിട്ടുള്ള ആൾക്കാർ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോൾ +2 കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ഒക്കെ വന്ന കുട്ടികൾ ഇതിനെക്കുറിച്ച് അറിയാത്ത അല്ലെങ്കിൽ ഒരു ധാരണയില്ലാതെ ഇത്തരം കാര്യങ്ങളിലേക്കൊക്കെ പെട്ടെന്ന് അതിലേക്ക് പോവുക, മുഖത്ത് പെയിന്റ് അടിക്കുക, ഈ റാലിയിൽ പങ്കെടുക്കുക. അപ്പം എന്താണ് ഓരോ വിഷയത്തിലും നമ്മൾ എന്താണ് ഇപ്പം പൊതുവെ പറയാറുണ്ട് അല്ലെ, നീ പറഞ്ഞൊരു വാക്ക് പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആന്ന് പറയാറില്ല അല്ലെ, തെറ്റായിട്ടുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ അങ്ങനത്തെ ടേംസ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴായിട്ട് കേൾക്കാറുള്ളതാണ് ഈ ഒരു കാലഘട്ടത്തിൽ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണ്. അപ്പൊ അതിനപ്പുറത്തേക്ക് എന്താണ് ഒരു ഇസ്ലാമിക് കറക്റ്റ്നെസ് ഉണ്ടാവുക എന്നുള്ളതാണ്. എന്താണ് പൊളിറ്റിക്കലി കറക്റ്റും ഇസ്ലാമിക് കറക്റ്റ്നെസ്സും എന്ന വ്യത്യാസം? ഇപ്പോൾ പൊതുസമൂഹത്തിന്റെ ഇടയിൽ, ആളുകൾക്കിടയിൽ എന്താണ് LGBTQ നമ്മൾ സപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നമ്മൾ പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആണെന്നാണ് അവർ പറയുന്നത്. അപ്പം അതിനപ്പുറത്തേക്ക് ഓരോ വിഷയത്തിലും നമുക്ക് ഇസ്ലാമിക് കറക്റ്റ്നെസ്, ഇസ്ലാം എന്താണോ ആ വിഷയത്തിൽ പറയുക, അതിനനുസരിച്ചിട്ട് സ്റ്റാൻഡ് കേൾക്കുന്നുണ്ടോ? ഇല്ല, ഷിയാദിന്റെ സൗണ്ട് പോയി. ഓക്കെ, അപ്പോ ഷാദിന്റെ ശബ്ദം ഇതായി പോയതാണ്, ഇന്റർനെറ്റിന്റെ ഇഷ്യൂ ഉണ്ട് എന്ന് സൂചിപ്പിച്ചിരുന്നു. ഏതായിരുന്നാലും
പിന്നെ ഷിയാദ് തിരിച്ചു വന്നാൽ നമുക്ക് ബാക്കി കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ നമ്മൾ പറഞ്ഞു വെച്ച കാര്യം ഇവിടെ എല്ലാവർക്കും ക്ലിയർ ആയിട്ടുണ്ടാവും. നാട്ടിൽ വരുന്ന സമയത്ത് പുതിയ ഒരു രൂപത്തിൽ കോളേജിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ, പ്രത്യേകിച്ചും പൊളിറ്റിക്കലി ഇവിടെ സൂചിപ്പിച്ചു പല കാര്യങ്ങളും നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ അതിൻ്റെയൊക്കെ നമ്മൾ കേൾക്കണം എന്ന് പലരും ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ കേൾക്കുന്നത്. ഓക്കെ, ഷിയാദ് ഇസ് ബാക്ക്. ഓക്കെ, സോറി കേട്ടോ, ഈ പ്രശ്നം ഉണ്ടാവില്ല വിചാരിക്കണം. ഏതായാലും നമ്മൾ പറഞ്ഞു വന്നല്ലേ ഇസ്ലാമിക് കറക്റ്റ്നെസ് എന്നുള്ള ഏത് വിഷയത്തിലാവുമ്പോഴും നമ്മൾ ഇസ്ലാമിക്കലി കറക്റ്റ് ആവുക എന്നുള്ളതാണ്. ഇപ്പം ക്യാമ്പസിൽ നമ്മൾ പൊളിറ്റിക്കൽ പാർട്ടീസിൽ ഒരുപാട് പാർട്ടികളെ കുറിച്ചിട്ടല്ലേ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും നമ്മളെ വാർത്തകളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ക്യാമ്പസ് രാഷ്ട്രീയത്തെ കുറിച്ച് കേൾക്കുകയാണെങ്കിൽ അല്ലെ, SFI പോലുള്ള സംഘടനകൾ, KSU, MSF, ABVP, ഇതൊക്കെ പ്രധാനപ്പെട്ട നമ്മുടെ നാട്ടിലുള്ള ഫ്രറ്റേണിറ്റി, ഇങ്ങനത്തെ സംഘടനകളുണ്ട്. അപ്പോൾ നമ്മൾ പലപ്പോഴും അല്ലേ നമ്മളൊരു കാര്യത്തിലൊക്കെ എൻഗേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചില പാർട്ടികളിലൊക്കെ ചേർന്ന് പ്രവർത്തിക്കാൻ താല്പര്യപ്പെട്ടിട്ട് അങ്ങനെ ഇപ്പം നമ്മളൊരു ക്യാമ്പസിലേക്ക്, നാട്ടിലൊക്കെ ക്യാമ്പസിൽ നമ്മൾ ഫസ്റ്റ് തന്നെ കയറി ചെല്ലുമ്പോൾ നമ്മളെ ഫ്രഷേഴ്സിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പാർട്ടി പ്രവർത്തകരുണ്ടാവും. അവരുടേതായിട്ടുള്ള കൊടിയും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്യാമ്പസ് തന്നെ അലങ്കരിച്ചിട്ടുണ്ടാവും. നമ്മൾ അതിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പം ഇത്തരം പാർട്ടികളിലേക്കൊക്കെ ഏത് പാർട്ടി ചൂസ് ചെയ്യണമെന്ന് പലപ്പോഴും പല ആൾക്കാരും ആലോചിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ അവിടെയും നമുക്ക് നമ്മുടെ ഒരു ഇസ്ലാമിക് കറക്റ്റ്നെസ് ഉണ്ടാവണം എന്നുള്ളതാണ്. നമ്മുടെ ഇസ്ലാമിക മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന പാർട്ടികൾ, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില പാർട്ടികളിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ അല്ലെങ്കിൽ ആ രീതിയിൽ ആശയമുള്ള SFI പോലുള്ള സംഘടനകളൊക്കെ എന്താണ് പലപ്പോഴും നമ്മുടെ ഇസ്ലാമിക വിരുദ്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അവരെ ക്യാമ്പസിൽ ചെയ്യാറുണ്ട്. ഇപ്പൊ ആസ് എ മുസ്ലിം എന്നുള്ള നിലയിൽ ചിലപ്പോൾ നമുക്ക് അതിൽ എൻഗേജ് ചെയ്യാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടാവും. അപ്പൊ അത്തരത്തിലുള്ള പാർട്ടികൾ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഇത്തരം പാർട്ടികളല്ലേ, ഓരോ പാർട്ടിക്കും അവരുടേതായിട്ടുള്ള ഐഡിയോളജീസ് ഉണ്ടാവും, അതിനെ കുറിച്ചിട്ട് പഠിക്കാൻ ശ്രമിക്കുക, ആ രീതിയിൽ ഇതാക്കണം. അപ്പൊ ചില പാർട്ടികളെ കുറിച്ച് പഠിക്കുമ്പോൾ അത് ഭയങ്കര മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള പാർട്ടികളല്ലേ, നമ്മൾ മലയാളത്തിൽ ഭൗതികവാദം എന്ന് പറയും, ഈ ഒരു ലോകം മാത്രമാണെന്നുള്ളത് അല്ലെ. നമ്മളെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ഒരു ലോകം മാത്രമല്ല, പരലോകം ഉണ്ടല്ലേ. അപ്പം ആ ഒരു ഐഡിയോളജിയിൽ നിന്നുകൊണ്ടുള്ള ഒരു പാർട്ടി ആകുമ്പോൾ എന്താണ് നമ്മുടെ ഇസ്ലാമിക് ബിലീഫിനെ തന്നെ തകർക്കുന്ന അത്തരത്തിലുള്ള കാര്യങ്ങളാവും. അതുപോലെ തന്നെ ഓരോ പാർട്ടികൾക്കും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയവും കാര്യങ്ങളും അതൊക്കെ ഓരോന്നും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ഇസ്ലാമിക് എത്തോസിൽ ചില പാർട്ടികൾ തന്നെ ഉണ്ടാവും, എന്താണ് ഇസ്ലാമിക് സംഘടനകൾക്ക് കീഴിലുള്ള ചില പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസ് അവരെന്താണ് ഭയങ്കരമായിട്ട് തീവ്രമായിട്ടുള്ള ആശയങ്ങളായിട്ട് മുന്നോട്ട് പോകലുണ്ടാവും, ഇസ്ലാമിന്റെ പരിധിക്കപ്പുറത്ത് നിന്നുകൊണ്ടുള്ള എൻഗേജ്മെന്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ ഈ ഒരു ഇസ്ലാമിക് കറക്റ്റ്നെസ് ഫോളോ ചെയ്യാന്നുള്ള, അത് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടീസ് ചൂസ് ചെയ്യുമ്പോൾ മാത്രമല്ല, നമ്മുടെ ക്യാമ്പസിലുള്ള ആക്ടിവിറ്റീസ്, പ്രത്യേകിച്ച് ഇപ്പൊ നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എന്ത് പ്രോഗ്രാം ഉണ്ടെങ്കിലും അവസാനം ഒരു DJയിലാണ് പരിപാടികൾ അവസാനിക്കാറുള്ളത്. അപ്പം അത്തരം കാര്യത്തിലേക്ക് പോകുമ്പോഴും നമ്മൾ ഈ ഒരു ഇസ്ലാമിക് കറക്റ്റ്നെസ് ഫോളോ ചെയ്യണം എന്നുള്ളതാണ്. മ്യൂസിക് ആവട്ടെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ ആകുമ്പോഴും ഈ രീതിയിൽ അതിൽ നിന്ന് ആസ് എ മുസ്ലിം എനിക്ക് പങ്കെടുക്കാൻ കഴിയില്ല, മാറി നിൽക്കുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് നമ്മുടെ നിലപാടുകൾ എടുക്കാൻ കഴിയണം. എന്നാൽ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് നമ്മുടെ ക്യാമ്പസിൽ നടക്കാറുണ്ടാവും. അപ്പൊ അത്തരം കാര്യങ്ങളിൽ എൻഗേജ് ചെയ്യുക എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ ക്യാമ്പസിലുള്ള യൂണിയൻസ് അല്ലെങ്കിൽ വിവിധ സൊസൈറ്റികളൊക്കെ ഒരുപാട് പരിപാടികൾ നടത്താറുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള ആളുകൾ പങ്കെടുക്കുന്ന ടോക്കുകൾ, അക്കാഡമിക് ടോക്കുകൾ, ഡിസ്കഷൻ ഫോറംസ് ഉണ്ടാവും, അല്ലെങ്കിൽ വർക്ക്ഷോപ്പുകൾ ഉണ്ടാവും. ഇപ്പൊ നമുക്ക് എന്താണ് തീരെ അറിയാത്ത മേഖലകളെ കുറിച്ചിട്ടുള്ള ചർച്ചകളൊക്കെ ഇക്കാരം. അപ്പൊ എന്നാലും അത്തരം ചർച്ചകൾ പങ്കെടുക്കുന്ന വഴി നമുക്ക് പുതിയ ഏരിയയിലേക്കുള്ള എന്താണ് ഒരു തുറവി കിട്ടും, അല്ലെങ്കിൽ ആ ഒരു ഏരിയനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു സാധ്യതകൾ കിട്ടും. അപ്പൊ ഏതാവട്ടെ, ഇപ്പൊ നമ്മളൊരു സയൻസ് ഫീൽഡിൽ പഠിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിലും വേറെ ഇപ്പോൾ ഹിസ്റ്ററിനെ കുറിച്ചിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ പോയിരിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സയൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടെങ്കിൽ അവിടെ എൻഗേജ് ചെയ്യുക. അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മുടെ ക്യാമ്പസിൽ നമുക്ക് ഉപകാരം കിട്ടുന്ന രീതിയിലുള്ള പല ചർച്ചകളും കാര്യങ്ങളും അത്തരം ഫോറംസിന്റെ ഭാഗമാവുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുന്ന ആളുകളായിട്ട് കൂടി നമ്മൾ മാറാൻ ശ്രമിക്കണം എന്നുള്ളതാണ്. അത്തരം ഓർഗനൈസേഷൻസിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഓർഗനൈസിങ്ങിന്റെ ഭാഗമാകുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരുപാട്
പേഴ്സണൽ സ്കിൽ ഡെവലപ്മെന്റ്സ് ഉണ്ട്. ഒരു പ്രോഗ്രാം ഓർഗനൈസ് ചെയ്യുക, അതിൻ്റെ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സ്കെഡ്യൂൾ ചെയ്യുക, ഗസ്റ്റുകളെ ക്ഷണിക്കുക. അതുവഴി നമുക്ക് പേഴ്സണലി ഒരു ലീഡർഷിപ്പ് സ്കില്ലാവട്ടെ അല്ലെങ്കിൽ അത്തരം സോഫ്റ്റ് സ്കില്ലുകളും കാര്യങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടുത്താൻ കഴിയും എന്നുള്ളതാണ്. അപ്പം അതുവഴി നമുക്ക് ഒരുപാട് പേരെ കണക്ട് ചെയ്യാൻ പറ്റും. നെറ്റ്വർക്കിംഗ് എന്നുള്ളത് നമ്മുടെ ക്യാമ്പസ് സമയത്തൊക്കെ പ്രത്യേകിച്ച് നാട്ടിലൊക്കെ വരുമ്പോൾ എന്താണ് ഇത്തരം ഗസ്റ്റുകളൊക്കെ ആയിട്ട് കണക്ട് ചെയ്യുക, അവരെ ഇട്ട് ത്രൂ ഔട്ട് നമ്മുടെ ഒരു പ്രോഗ്രാമിന് ക്ഷണിച്ച് അവരോട് സംസാരിക്കുന്നതിനപ്പുറം അതിനുശേഷവും അവരായിട്ട് എപ്പോഴും കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ഹയർ സ്റ്റഡീസിനൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്കുള്ളിൽ ഉണ്ടാവേണ്ട ഒരു സ്കില്ലാണ് നെറ്റ്വർക്കിംഗ് എന്നുള്ളത്. നമുക്ക് ഈ രീതിയിലല്ലേ നമ്മൾ ഇടപെടുന്ന നമ്മുടെ ഡിസിപ്ലിൻ ഏതാണോ അതിലുള്ള ആളുകളെ ഒക്കെ നമ്മൾ എപ്പോഴും കണക്ട് ചെയ്യാൻ ശ്രമിക്കണം. ഏറ്റവും ഹയർ ആയിട്ടില്ലേ, നമ്മൾ ചിലപ്പം നാട്ടിലൊരു ക്യാമ്പസിലാണ് ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഹയർ എഡ്യൂക്കേഷനൊക്കെ കൂടുതൽ വലിയ വലിയ യൂണിവേഴ്സിറ്റീസിലേക്കൊക്കെ പോകാൻ നമുക്ക് താല്പര്യം ഉണ്ടാവും. അപ്പോൾ അവിടെ പഠിക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാവും, അവരായിട്ട് കണക്ട് ചെയ്യാൻ കഴിയുക. അപ്പം അത്തരത്തിൽ നമ്മുടെ ക്യാമ്പസ് സമയം ഈ ഒരു നെറ്റ്വർക്കിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുപോലെ തന്നെ ഒരുപാട് സൊസൈറ്റീസ്, ക്ലബ്ബുകൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ, നിങ്ങൾ സ്കൂളുകളിലൊക്കെ ചിലപ്പോൾ അത്തരം ആക്ടിവിറ്റീസിന്റെ ഭാഗമായിട്ടുണ്ടാവും. ഞാൻ DUലൊക്കെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ ക്യാമ്പസിൽ ഇതുപോലത്തെ ഒരുപാട് ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. സൊസൈറ്റീസ് എന്നാണ് നമ്മൾ വിളിക്കാറുള്ളത്. ഡിബേറ്റിംഗ് ക്ലബ്ബ്, ലിറ്റററി സൊസൈറ്റി, ഈവൻ ഫോട്ടോഗ്രാഫി ക്ലബ്ബുകൾ. അങ്ങനെ നമുക്ക് ഇടപെടാൻ പറ്റിയ അത്തരം മേഖലകളിലൊക്കെ നമ്മുടെ കഴിവ്, നമ്മുടെ സ്കില്ലുകൾ അപ്ബ്രിങ് ചെയ്യാനൊക്കെ പറ്റുന്ന മേഖലകളിൽ ഇടപെടുക എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. എന്നാൽ അതിൽ തന്നെ നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റാത്ത ചില സംഗതികളുണ്ടാവും. ഇപ്പോൾ ഞങ്ങളെ കോളേജിൽ തന്നെ ഫാഷൻ ക്ലബ്ബുകൾ ഉണ്ടായിരുന്നു. അത് ആസ് എ മുസ്ലിം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്തരം കാര്യങ്ങളിൽ ഇടപെടുന്നതിന് പരിമിതി ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങനത്തെ കാര്യങ്ങൾ ചൂസ് ചെയ്യുമ്പോഴും നമ്മൾ ഇസ്ലാമിക്കലി കറക്റ്റ് ആവണം എന്നുള്ള കാര്യം. പിന്നെ നമ്മൾ നാട്ടിലെ ക്യാമ്പസുകളിലേക്ക് വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഇന്നും കൂടി ചില വാർത്തകൾ കണ്ടിരുന്നു. കലോത്സവത്തിൻ്റെ ഇടയിൽ എന്താണ് വിവിധ പാർട്ടിക്കാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടി ഉണ്ടായി, അങ്ങനത്തെ പ്രശ്നങ്ങളിലേക്ക്. ഇപ്പോൾ നാട്ടിലെ ചില ആളുകളെ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഗൾഫിൽ നിന്നൊക്കെ വന്നിട്ട് നാട്ടിലെ ക്യാമ്പസിലൊക്കെ ആക്റ്റീവായിട്ട് പൊളിറ്റിക്കൽ പാർട്ടിയിലൊക്കെ എൻഗേജ് ചെയ്തിട്ട് പിന്നെ അതിൻ്റെ ഒരു നെഗറ്റീവ് സൈഡിലേക്കും കൂടി പോകുന്ന ആൾക്കാർ ഭയങ്കരമായിട്ട് അത് തലക്ക് പിടിച്ചിട്ട് ഈവൻ സ്റ്റഡീസും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കൂടുതൽ സമയം അതിൽ എൻഗേജ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളിലേക്കും മറ്റൊക്കെ അടിപിടിയിലേക്കൊക്കെ പോകുന്ന രീതിയിൽ. അപ്പം അത്തരം കാര്യങ്ങളിലേക്കും പോകാത്ത രീതിയിൽ നമ്മുടെ എൻഗേജ്മെന്റ്സ് മാറണം എന്നുള്ളതാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കാനുള്ളത്. ഈ ഒരു കാര്യങ്ങളാണ് പ്രധാനമായിട്ട് സൂചിപ്പിക്കാനുള്ളത്. ഏറ്റവും അവസാനമായിട്ട് നമ്മൾ റോൾ മോഡൽസ് ആക്കേണ്ട ഒരുപാട് ആളുകളുണ്ട് അല്ലേ. നിങ്ങളൊക്കെ വായിക്കുന്ന കുട്ടികളാവും. പ്രത്യേകിച്ച് കെ മൗലവി സാഹിബിനെ കുറിച്ച് അല്ലെങ്കിൽ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഹലീമ ബീവിനെ കുറിച്ചിട്ടൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ സമയം മതപരമായിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന സമയത്തും എന്താണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ എൻഗേജ് ചെയ്തുകൊണ്ട് നാടിന് വേണ്ടിയിട്ടും കൂടി സേവനം ചെയ്താണ്. ഇപ്പോൾ അത്തരത്തിൽ ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയിലൊക്കെ എൻഗേജ് ചെയ്യുക അല്ലെങ്കിൽ അത്തരം ക്യാമ്പസിലുള്ള അവസരങ്ങൾ ഉപയോഗിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സൊസൈറ്റിക്കും കൂടി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഒരുപാട് NSS പോലുള്ള നാഷണൽ സർവീസ് സ്കീം പോലുള്ള അങ്ങനെ നമ്മുടെ ക്യാമ്പസിൽ തന്നെ ഉള്ള ഇത്തരം ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തണം എന്നുള്ളതാണ്. ഇത്തരം ആളുകളുടെ ചരിത്രങ്ങൾ വായിക്കുക, അതിൽ നിന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടാണ്ട്. ഇപ്പോൾ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് കോൺഗ്രസിന്റെ കേരളത്തിലെ അടിയുറച്ച ഒരു പ്രവർത്തകരായിരുന്നു, അതേസമയം ഇസ്ലാഹി പ്രസ്ഥാനത്തിലുണ്ടായിരുന്നു. കെ മൗലവി മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാക്കളുള്ള ഒരാളാണ്. അദ്ദേഹം ഇസ്ലാഹി പ്രസ്ഥാനത്തിൽ. ഇപ്പോൾ ഇവര് രണ്ടുപേരും വ്യത്യസ്ത പൊളിറ്റിക്കൽ പാർട്ടിയിലാണെന്നുണ്ടെങ്കിലും എന്താണ് ഒരു കോമൺ കോസിന് വേണ്ടിയിട്ട് അല്ലെ, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് നൽകുക എന്നുള്ള രീതിയിൽ അവരെല്ലാവരും ഒരുമിച്ച് നിന്നുള്ളതാണ്. ഹലീമ ബീവിന്റെ ചരിത്രമൊക്കെ നിങ്ങൾ തീർച്ചയായിട്ടും വായിക്കണം. 1920-30കളിലൊക്കെ അവര് കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, പൊളിറ്റിക്കൽ ആയിട്ടുള്ള എൻഗേജ്മെന്റ്സ് ഒക്കെ. അപ്പം ആ രീതിയിൽ എന്താണ് ഇത്തരം ചരിത്രങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കിട്ടണം. പ്രത്യേകിച്ച് ഞാൻ ഈ അവസാനം പറയുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഇത്തരത്തിലുള്ള എൻഗേജ്മെന്റ്സ് എന്നുള്ളത് ശ്രദ്ധിക്കാനും സൂചിപ്പിക്കുകയാണ്. ഇൻഷാല്ലാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിൽ കൂടുതൽ സംസാരിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ജസാക്കല്ലാഹു ഖൈർ. ബാറക്കല്ലാഹു ഫീക്. അപ്പോൾ ഷാച്ചാർവാടെ സൂചിപ്പിച്ച കാര്യം ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി പോകുന്ന സമയം, ഇനി നമ്മൾ ഇടപെടാൻ പോകുന്ന പിന്നെ അറ്റ്മോസ്ഫിയറും അതുപോലെ തന്നെ നമ്മുടെ ഏജും, പ്രത്യേകിച്ച് ഈ ഒരു ടീനേജിന്റെ എൻഡിങ്ങും അതേപോലെ തന്നെ യൂത്ത് ആയിട്ടുള്ള ആ ഒരു ടൈം എന്ന് പറയുന്നത് ലോകത്തുള്ള എല്ലാ ഓർഗനൈസേഷൻസ് ആവട്ടെ, അതുപോലെ തന്നെ
എല്ലാവർക്കും ഒരു മനുഷ്യനിൽ ഏറ്റവും അവര് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുന്ന ഒരു സമയമാണ് യൂത്ത് എന്ന് പറയുന്നത്. കാരണം യൂത്തിനാണ് ബാക്കിയുള്ളവരെക്കാളൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് അവർ ഒരു എനർജറ്റിക് ആയിട്ട് എല്ലാത്തിലും ഇടപെടാനും കാര്യങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കുക. അപ്പൊ ആ സമയത്ത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഒരുപാട് കണ്ണുകൾ നമ്മുടെ ചുറ്റും നമ്മളെ ഫോക്കസ് ചെയ്തിട്ട് അജണ്ടകൾ സെറ്റ് ചെയ്തിട്ട് നമ്മുടെ മുമ്പിലുണ്ട്. അവര് നമ്മളോട് പറയുന്നതെല്ലാം നമുക്കുള്ള കാര്യങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മളെ അവരിലേക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി അവർ പറയുന്നതായിരിക്കും പല കാര്യങ്ങളും. എല്ലാ കാര്യങ്ങളും അതുപോലെ കേട്ട് നമ്മളത് പിന്നെ വിശ്വസിച്ച് ഇടപെടുക ഒരിക്കലും പാടില്ല. മറിച്ച് അതിനപ്പുറത്ത് ഒരു മുസ്ലിം എന്നുള്ള നിലക്ക് നമുക്ക് ചില നിലപാടുകൾ നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടത് ഉണ്ട്. തീർച്ചയായിട്ടും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ചെയ്യാൻ പാടുണ്ടോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. അത് തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇനി ക്യാമ്പസ് ലൈഫിൽ നിർബന്ധമാണ്. അതേപോലെ തന്നെ ദീനി ഗ്രൂപ്പ്, ഒരു ടീം, ഗ്യാങ് നിർബന്ധമായിട്ടും നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് എന്നുള്ളത് കൂടെ നമ്മളെ സൂചിപ്പിക്കുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഇല്ല എന്നുണ്ടെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ അവന്റെ കൂട്ടുകാരന്റെ പിന്നെ ദീനിലായിരിക്കും എന്ന് വരെ പറഞ്ഞതായിട്ട് കാണും. കാരണം സ്വാഭാവികമായിട്ടും നമ്മൾ പോയിട്ട് ചെന്ന് പെടുന്ന ഒരു ഗ്യാങ് എന്ന് പറയുന്നത് അവരെല്ലാവരും സ്ഥിരമായിട്ട് സിനിമയ്ക്ക് പോകുന്ന ഒരു ഗ്യാങ് ആണെങ്കിൽ കുറേയൊക്കെ നമ്മൾ ചിലപ്പോൾ പിടിച്ചു നിന്നാലും കുറച്ച് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതൊക്കെ ഇപ്പൊ ഇത്ര വലിയ വിഷയമാണോ എന്നൊരു 100 പ്രാവശ്യം കേൾക്കുമ്പോൾ നമുക്കും തോന്നും അതിപ്പോ ഇത്ര വലിയ വിഷയമാണോ. ഒരു സിനിമക്ക് പോയി എന്ന് വരുന്നത് എന്താ പറ്റാൻ പോകുന്നത്. അതല്ലെങ്കിൽ പിന്നെ ഒരു DJ പാർട്ടിക്ക് പോയാൽ, അതല്ലെങ്കിൽ ആ രൂപത്തിൽ ഓരോ വിഷയങ്ങളും ഇങ്ങനെ നോർമലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ആ ഒരു അവസരത്തിൽ നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ കൂടെയുള്ള ആളുകളും ആ രൂപത്തിൽ നമ്മളെ നന്മയിലേക്ക്, നല്ല കാര്യങ്ങളിലേക്ക് ക്ഷണിക്കുകയും എന്തെങ്കിലും ഒരു ചീത്ത കാര്യത്തിന് പോകുമ്പോൾ നമ്മളെ വേക്കെന്ന് വിളിച്ചിട്ടാ അത് നമുക്ക് പറ്റുന്നതല്ല, ഇങ്ങോട്ട് തിരിച്ചു പോര് എന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നെ പെൺകുട്ടികളാണെന്നുണ്ടെങ്കിലും അവരുടെ വസ്ത്രധാരണത്തിന്റെ വിഷയത്തിലും ഒരുപക്ഷെ പർദ്ദയും ഹിജാബും മാത്രം ഇട്ട് പരിശീലിച്ച് ജീവിച്ചു വന്ന് നാട്ടിലേക്ക് വരുമ്പോൾ വ്യത്യസ്ത രൂപത്തിലുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ഒരു വസ്ത്രധാരണവും, അതുപോലെ തന്നെ മുഖത്തൊക്കെ സിമന്റ് അടിച്ച പോലെ പൊട്ടിയിട്ടിട്ട് ആളുകളെ ഒന്ന് വശീകരിക്കാൻ വേണ്ടി, അവരെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി, ഒന്ന് നോക്കാൻ വേണ്ടിയുള്ള രൂപത്തിലുള്ള ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇത് കുറെ കണ്ട് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പം നമ്മൾ തന്നെ ഇത് ഓക്കെ എന്താ ഇതിന് പ്രശ്നം എന്ന രൂപത്തിൽ ഒരു നോർമലൈസ് ചെയ്യപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യേണ്ട എന്താണ്, നമ്മൾ ഇതുവരെ പഠിച്ച ദീനി പഠനം നമ്മുടെ ഉമ്മയും ഉപ്പയും നമുക്ക് വേണ്ടിയാണ് നമ്മുടെ നാട്ടിലേക്ക് അയച്ചിട്ടുള്ളത്. നമ്മുടെ പഠനം, അതുപോലെ തന്നെ നമുക്ക് വേണ്ടി അവര് ഇപ്പോഴും അവിടെ കഷ്ടപ്പെട്ടുകൊണ്ടാണ് പിന്നെ ഫൈനാൻഷ്യലി ആണെങ്കിലും അതുപോലെ തന്നെ മാനസികമായിട്ടാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും സദാസമയം നമ്മുടെ കൂടെയുള്ള നമ്മുടെ ഉമ്മയുപ്പയും അവിടെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, തിന്മയിൽ നിന്ന് നമ്മളെ തടയുന്ന ഒരു ടീമിന്റെ കൂടെ നമ്മൾ എത്തിപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്നുള്ളതാണ് ഇതിനെ ഹൈലൈറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്കുള്ള തുറന്ന അവസരമാണ്. നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് സംശയങ്ങൾ ഉണ്ടെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കാവുന്നതാണ്. ശബ്ദം ക്ലിയർ അല്ലേ? ഓക്കെ, സൗണ്ട് ക്ലിയർ അല്ല എന്ന് പറഞ്ഞു കണ്ടത്. ഓക്കെ, ഹാൻഡ് റൈസ് ചെയ്താൽ നിങ്ങൾക്ക് പിന്നെ ചോദിക്കാനുള്ള അവസരമുണ്ട്. നമ്മൾ എഴുതി കിട്ടിയ ചോദ്യങ്ങളുണ്ട്, അതിനവിടെ പ്രിഫറൻസ് ആദ്യം നിങ്ങൾക്ക് തരുവാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ റിട്ടേൺ ആയിട്ട് വന്ന ചോദ്യത്തിലേക്ക് മൂവ് ചെയ്യാം. ഇനി ഗേൾസിന് ചോദിക്കാൻ പ്രയാസം ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിലും ചോദിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാൻ എഴുതി കിട്ടിയ ഒരു ചോദ്യം ആദ്യം ചോദിക്കുന്നുണ്ട്, ശേഷം നമ്മുടെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ളത് കൊണ്ട് മാത്രം ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ചോദിക്കാം. ഒരു ചോദ്യം എന്താ വെച്ചാൽ, വാട്ട് വാസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പാർട്ട് ഓഫ് അഡ്ജസ്റ്റിംഗ് ടു ഹോസ്റ്റൽ ലൈഫ് ഫോർ യു ആൻഡ് ഹൗ ഡിഡ് യു കോപ്പ് വിത്ത് ദ ട്രാൻസിഷൻ? അതായത് ഹോസ്റ്റൽ ജീവിതത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസം എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ നമ്മൾ എങ്ങനെയാണ് അതിനെ ബാലൻസ് ചെയ്തിട്ട് ആ ഒരു മൂവ്മെന്റ്, അതുവരെ ജീവിച്ചിരുന്ന സാഹചര്യത്തിൽ നിന്ന് മാറി അങ്ങനെ ഒരു ഹോസ്റ്റലിലേക്കൊക്കെ പോകുമ്പോൾ എങ്ങനെയാണ് അത് അഡ്ജസ്റ്റ് ചെയ്യുക, ബാലൻസ് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണ് നമ്മളത് കൊടുക്കുക ഉത്തരം? ഷംജാസ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം, അത് കഴിഞ്ഞിട്ട് ഷിയാദ് ആഡ് ചെയ്താൽ മതി.
ഹോസ്റ്റൽ ലൈഫിന്റെ കാര്യത്തിൽ ആക്ച്വലി ഇതെല്ലാം ഡിപ്പെൻഡിങ് ലൈക്ക് റിലേറ്റീവ് ആണ്, എല്ലാവർക്കും വ്യത്യസ്തമായിരിക്കും. ഒന്നാമത്തെ കാര്യം അത് മനസ്സിലാക്കണം. ഇപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന 48 ആളുകളും ഈ കാര്യങ്ങളൊക്കെ അഡ്രസ്സ് ചെയ്യുന്നത് വളരെ ഡിഫറെന്റ് ആയിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മളൊക്കെ ഒരു ക്യാരക്ടറും ബിഹേവിയറൊക്കെ വളരെ ഡിഫറെന്റ് ആണ്. ഈവൻ നമുക്കൊക്കെ ക്യാരക്ടറിൽ വല്ല സിമിലാരിറ്റി ഉണ്ടെങ്കിൽ കൂടി നമ്മൾക്ക് ബിഹേവിയേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ഇപ്പോ വളരെ ഇൻട്രോവേർട്ട് എന്ന് പറയുമ്പോൾ, ഇൻട്രോവേർഷൻ എന്നുള്ളത് ഒരു സ്വഭാവമാണെന്ന് വെച്ചാൽ അല്ല, പക്ഷേ ഓഫ് കോഴ്സ് നമ്മുടെ ഒരു ക്യാരക്ടർ ട്രൈറ്റ് ആണ് അത്. സ്വാഭാവികമായിട്ടും ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, അതേപോലെ തന്നെ വളരെ എക്സ്ട്രോവേർട്ട് ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും. ഞാനൊന്നും അല്ലെങ്കിലും കുറച്ചുകൂടിയും നമ്മൾ ഷൈ ആയിട്ടുള്ള ആൾക്കാരുണ്ടാവും, പിന്നെ അത്ര തന്നെ ഓപ്പൺ അല്ലാത്ത ആളുകളുണ്ടാവും. അപ്പോൾ വളരെ ഡിഫറെന്റ് ആണ് ആൾക്കാരെ ഒക്കെ ഒരു ക്യാരക്ടർ ഉണ്ടാവുക. എന്നാലും പേഴ്സണലി ചോദിച്ചു കഴിഞ്ഞാലും ഞാൻ അത്യാവശ്യം ആക്റ്റീവ് ആയ ഒരാളാണ്. നമുക്ക് കുറെ ഫ്രണ്ട്സിനൊക്കെ അങ്ങോട്ട് പോയി ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. അപ്പോൾ ഹോസ്റ്റൽ ലൈഫിൽ നമുക്ക് ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാക്കാനുള്ള വല്ലാതെ ബുദ്ധിമുട്ടിയിട്ടില്ല. പക്ഷേ ഇപ്പൊ ഫുഡിന്റെ കാര്യത്തിൽ വളരെ ഡിഫറെന്റ് ആണ് കൺസേൺസ് ഒക്കെ. ഇപ്പൊ നിങ്ങൾ നാട്ടിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ, ക്ലീൻ ആവുക എന്നുള്ളത്, ഈ ഹൈജീനിക് ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ പ്രത്യേകിച്ച് പുറത്തേക്ക് വരുന്ന കുട്ടികൾക്ക് നാട്ടിലത്തെ ഹൈജീൻ തീരെ പറ്റില്ല. അപ്പോൾ ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ ഷിയാദൊക്കെ ഉണ്ടാവും, ഞങ്ങൾക്ക് നോർത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടുത്തെ അഡാപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പോണ്ടിശ്ശേരി പഠിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഹൈജീനിക്ക് പറ്റില്ല. അപ്പോൾ നാട്ടിൽ തന്നെ ഹൈജീനിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ നാട്ടിലേക്ക് വരുമ്പോൾ ഹോസ്റ്റലിലൊക്കെ ഉണ്ടാവും ആദ്യം ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ട് അതായിരിക്കും, ഹൈജീൻ, ഫുഡിൽ ഉണ്ടാവുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഇരിക്കും. അപ്പൊ അതൊക്കെ അഡാപ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ നമ്മൾ അതൊക്കെ എങ്ങനെ അറിയോ, ഇപ്പോൾ നേരത്തെ ഷെഫീഖ് സാർ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ കുട്ടികൾക്ക് ചോദ്യം ചോദിക്കാൻ പറയുമ്പോൾ നമ്മൾ ചോദിക്കാൻ മടിക്കുന്നുണ്ടല്ലോ. അതിനൊരു കാരണം എന്താണെന്ന് അറിയോ, നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. ലൈക്ക് നമുക്കൊരു എക്സ്പെക്ടേഷൻസ് അസ്യൂം ചെയ്യാൻ പറ്റും, പക്ഷെ സ്റ്റിൽ നമുക്ക് ആന്റിസിപ്പേറ്റ് ചെയ്യാൻ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ടാവും. അതുകൊണ്ട് ഇപ്പൊ നിങ്ങൾക്ക് നമ്മളിപ്പോ ഇങ്ങനെ അനുഭവങ്ങൾ ചോദിക്കണോ എന്നൊക്കെ തോന്നും. പക്ഷെ സ്റ്റിൽ ഞാൻ പറയട്ടെ, ഇപ്പൊ ഒരു ഹോസ്റ്റൽ ലൈഫിനെ കുറിച്ചുള്ള കോൺസെപ്റ്റിൽ നമ്മൾ പൊതുവിൽ ആലോചിക്കുന്നത് എന്താ വെച്ചാൽ വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കൽ, ഉപ്പയും ഉമ്മയുടെ കൺട്രോൾ ഇല്ലാതിരിക്കൽ എന്നുള്ളത് മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഞാൻ വളരെ ഏറ്റവും ചെറിയൊരു എക്സാമ്പിൾ മാത്രം നിങ്ങൾക്ക് പറയുന്നത്, വളരെ റിയൽ ലൈഫിൽ നമുക്ക് അനുഭവിക്കുന്ന എക്സാമ്പിൾ പറയാം. ഒരു 5 ആൾക്കാർ നമ്മൾ ഒരു പുറത്ത് ഭക്ഷണം കഴിക്കാൻ പോയി, വീക്കിലി നമ്മൾ പുറത്ത് ഒരു ശനിയാഴ്ച ഭക്ഷണം കഴിക്കാൻ പോയി. ആരാണ് പൈസ കൊടുക്കുക? ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. ഹോസ്റ്റലിൽ ഈ ഫൈനാൻസ് ഭയങ്കര വിഷയമാണ്. ഈ പൈസ ആര് കൈകാര്യം ചെയ്യും, ആദ്യം ആര് കൊടുക്കും, സ്പ്ലിറ്റ് ഇടണോ അല്ലെങ്കിൽ സ്പ്ലിറ്റ് ഇടണ്ടേ, നമ്മൾ ചെറിയ പൈസ അല്ലേ, അത് പരിഗണിക്കണോ? പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ അവിടുന്ന് റിയാലും ദിർഹംസ് ഒക്കെ കൊടുത്ത് നാട്ടിലേക്ക് വരും, നമുക്ക് പൈസ ചിലപ്പോൾ അത്ര കുറച്ച് പ്രിവിലേജ്ഡ് ആയ ആൾക്കാരൊക്കെ ആണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കാൻ ശ്രമിക്കും. നമ്മൾ കൊടുക്കരുത്. നമുക്ക് സ്ട്രോങ് നമ്മൾ വളരെ ചെറിയൊരു പൈസ ആണെങ്കിലും ഷെയർ ചെയ്യുമ്പോൾ അത് സ്പ്ലിറ്റ് ഇടാനും നമ്മുടെ ഫ്രണ്ട് സർക്കിളിലൊക്കെ. അപ്പൊ അങ്ങനെ മൈന്യൂട്ടായ ചെറിയ ചെറിയ കാര്യങ്ങൾ മുതൽ കുറെ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിട്ടുണ്ട്. എന്തായാലും ഞാൻ പറയുന്നത് ഇതൊക്കെ റിലേറ്റീവ് ആണ്. നിങ്ങൾ ആ ഒരു സ്ഥലത്ത് എങ്ങനെ കോപ്പ് അപ്പ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എന്തായാലും നേരത്തെ പറഞ്ഞ ഫ്രണ്ട് സർക്കിളിൽ നേരത്തെ പറഞ്ഞേ ദീൻ ഖലീലിഹി എന്ന് പറഞ്ഞേ, കൂട്ടുകാരാരാണെന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് ആരാണെന്ന് പറഞ്ഞാൽ തന്നെ ശരിക്കും പറഞ്ഞാൽ ഹോസ്റ്റൽ ലൈഫ് ഒക്കെ വളരെ എന്താ പറയുക ആഘോഷപരമായിരിക്കും എനിക്ക് പറയാനുള്ളത്. ഹോസ്റ്റലൊക്കെ ഇപ്പോഴും ഭയങ്കരമായി മിസ് ചെയ്യുന്ന ഒരു സാധനമാണ് നമുക്ക് എപ്പോഴും. അതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ ആ സർക്കിൾ അത്രയും നമുക്ക് ഭയങ്കര ചേർത്ത് വെക്കുന്ന ആളുകളായിരുന്നുള്ളതാണ്. അപ്പൊ ഇൻഷാ അല്ലാ നിങ്ങൾക്ക് അത്രയും നല്ല സർക്കിൾ കിട്ടട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഷെയർ ആഡ് ചെയ്യും. ഓക്കെ, ഞാൻ ഹോസ്റ്റലിൽ പറയുമ്പോൾ ഇപ്പം നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട സാധനം, നമ്മൾ ചൂസ് ചെയ്യുന്ന ക്യാമ്പസിലും മറ്റൊക്കെ നമുക്ക് കിട്ടുന്ന ഫെസിലിറ്റീസ് എങ്ങനെയാണല്ലോ. ഇപ്പം ഞാൻ ഡൽഹി പഠിച്ച സമയത്ത് എനിക്ക് PGക്കും ഡൽഹിയിൽ അഡ്മിഷൻ കിട്ടിയിരുന്നു. പക്ഷെ ഞാൻ പിന്നീട് അവിടുന്ന് മാറാൻ വേണ്ടിയിട്ട് ഒരു വർഷം ഗ്യാപ്പ് എടുത്തിരുന്നു. കാരണം ഡൽഹി എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് പൊള്യൂട്ടഡ് ആയിട്ടുള്ള സിറ്റിയാണ്. അപ്പം ആരോഗ്യപരമായിട്ട് മറ്റൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പറയാറുണ്ട് ഓറിയന്റേഷൻ സെഷനൊക്കെ, ഇപ്പോൾ ആസ്മ പോലുള്ള അസുഖങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ എല്ലാം ആ രീതിയിലൊക്കെ അസുഖങ്ങളുള്ള ആളുകളൊക്കെ അങ്ങനെ സിറ്റി വരെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ക്യാമ്പസ് ആ രീതിയിൽ ചൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ ഞാൻ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഹൈദരാബാദിലുള്ളത്. അപ്പോൾ നമ്മുടെ ഷംജാസ് സൂചിപ്പിച്ച പോലെ നമ്മുടെ ക്യാമ്പസിലെ ഏറ്റവും ഭയങ്കരമായിട്ടുള്ള നമുക്ക് ഓർമ്മകളുള്ള ഒരു ഇടം എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളെ ഹോസ്റ്റലുകൾ തന്നെ ആവും. അപ്പൊ അതിൽ നേരത്തെ ഫ്രണ്ട്സിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്കൊക്കെ ഉള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സ് ഭയങ്കരമായിട്ട് ഇസ്ലാമിക്കിലേക്കുള്ള ആളുകളാകുമ്പോൾ, പ്രത്യേകിച്ച് റമദാനൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളാണ്. ഇപ്പോൾ ഒരുമിച്ച് തറാവീഹ് നിസ്കരിക്കുക, അപ്പം ഹോസ്റ്റലിൽ തന്നെ ടെറസിലൊക്കെ നമ്മൾ ഒരുമിച്ച് നിന്നിട്ട് ആ രീതിയിൽ എന്താണ് ബാക്കിയുള്ള കുട്ടികളൊക്കെ വിളിച്ചിട്ട് അല്ലെങ്കിൽ ജമാഅത്തൊക്കെ സംഘടിപ്പിക്കുക. അപ്പം അങ്ങനെ ആ രീതിയിൽ നോക്കുമ്പോഴും നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഓർമ്മകളാണ് ഹോസ്റ്റൽ ലൈഫ് എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഭക്ഷണം കാര്യങ്ങളൊക്കെ വൃത്തി റാവിക്ക് നിൽക്കുന്ന പോലെ തന്നെ ഈ റൂമിലൊക്കെ മദ്യപിക്കുന്ന ആൾക്കാരൊക്കെ വന്ന സർക്കിളാണെങ്കിൽ പെട്ടുപോകും ചെയ്യും അല്ലെ, ഹോസ്റ്റൽ ആലോചിക്കുമ്പോൾ. അത് നമ്മൾ ഹോസ്റ്റലിലൊക്കെ പ്രത്യേകിച്ച് നമ്മളെ റൂംമേറ്റ്സിനൊക്കെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം നമ്മൾ ഭയങ്കരമായിട്ട് ബോൾഡ് ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പലപ്പോഴും അവരെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. എന്നാൽ നമ്മൾ കുറച്ച് വീക്കാണെന്നുണ്ടെങ്കിൽ അവരെ സർക്കിളിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്.
ആ രീതിയിൽ നമ്മൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ബാറക്കല്ലാഹു ഫീക്ക്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് നമ്മൾ എന്തുകൊണ്ടാണ് പിന്നെ പാരന്റ്സ് സാധാരണ നാട്ടിലേക്ക് മക്കളെ വിടുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടത്, എവിടെ ചേർത്തേണ്ടത് എന്ന് അതിനെക്കുറിച്ച് സജീവമായിട്ട് ചർച്ച ചെയ്യുന്ന എന്തിനാണ് എന്നുള്ളത് ഇപ്പോ ഇത് കേൾക്കുന്ന മക്കൾക്ക് എന്തായാലും മനസ്സിലായിട്ടുണ്ടാവും. ഇങ്ങനെ കുറെ വിഷയങ്ങൾ ഇതിന്റെയൊക്കെ പിന്നിൽ ഉണ്ട് എന്നുള്ളത് അവർക്കൊരു പക്ഷേ ബോധ്യം ഉണ്ടാവും. നമ്മളൊരു പക്ഷെ നമ്മളിതൊന്നും കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല. എന്തിനപ്പോ ഇത്രയേറെ ചർച്ച? ഇപ്പോ ഗൾഫിൽ ഇന്ന ഏത് സ്കൂൾ വേണമെന്നൊന്നും ഇത്ര ചർച്ച ചെയ്തിട്ടില്ലല്ലോ, എന്തിനാ നാട്ടിലേക്ക് പറഞ്ഞേക്കുമ്പോൾ മാത്രം ഇത്ര കുറെ ചർച്ചകൾ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചു നോക്കിയിട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ഹോസ്റ്റലിൽ ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരിക്കലും ആൺകുട്ടികളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും എത്ര ക്ലോസ് ഫ്രണ്ട്സ് ആണെങ്കിലും ഒന്നിച്ച് ഒരു ബെഡിൽ കിടക്കുക എന്നുള്ളത് നമ്മൾ ഒഴിവാക്കേണ്ടതാണ്. ഒന്നിച്ച് ഒരു ബെഡിൽ ഒരു പുതപ്പിലൊക്കെ ഭയങ്കര ക്ലോസ് ആയിട്ട് ചിലപ്പോൾ ഒക്കെ കഴിഞ്ഞിട്ട് രാത്രി ലേറ്റ് ആയിട്ടൊക്കെ പോയിട്ട് ഒന്നിച്ച് കിടക്കുക, ആ ഒരു സ്വഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല. കാരണം ബ്രദേഴ്സും സിസ്റ്റേഴ്സും ആണെങ്കിൽ പോലും ബ്രദേഴ്സും ആണെങ്കിൽ പോലും ഒരു പ്രായം കഴിഞ്ഞാൽ അവരെ മാറ്റി കിടത്തണം എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. കാരണം അതിന് അതിൻ്റെതായിട്ടുള്ള കുറെ ദൂഷ്യങ്ങൾ, കുറെ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായി വരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുകൾ ഓരോ വിഷയത്തിലും ഉണ്ടാവണം. നമ്മൾ ബോൾഡായിട്ട് നിൽക്കേണ്ടത്, നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ പാടില്ല. നമുക്ക് ഉറപ്പാണ് ഇത് ശരിയല്ല എങ്കിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്. ഇപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞാല് എന്റെ കൂടെയുള്ള എല്ലാവരും അങ്ങനെയാണല്ലോ പറയുന്നത്, അപ്പൊ ഞാൻ മാത്രം ഒരു പിന്നെ വോയിസ് പറയുമ്പോൾ എന്നെ എല്ലാവരും കളിയാക്കൂലേ, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെടൂലേ, അല്ലെങ്കിൽ ഞാനൊരു പിന്നെ ഒരു പഴഞ്ചനാവൂലേ, പിന്നെ എന്താ പറയാ, എനിക്കൊരു ഓലെ മുമ്പിൽ ഒരു വില ഉണ്ടാവില്ലേ എന്നുള്ള ഒരു മടിയും പേടിയൊക്കെ ഉണ്ടാവും. അതൊന്നും നോക്കാതെ നമ്മുടെ നിലപാട് നേടണം, നമ്മൾ മുറുകെ പിടിക്കണം എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം. ഇനി വേറെ ആർക്കെങ്കിലും നേരിട്ട് ചോദിക്കാനുള്ളവരുണ്ടോ? കേരളത്തിൽ എവിടെയും പിന്നെ ഇസ്ലാമിക് അറ്റ്മോസ്ഫിയറോട് കൂടിയുള്ള നല്ല ഹോസ്റ്റൽ സൗകര്യം എവിടെയുള്ളതെന്നാണ് ചോദിക്കുന്നത്. ഓക്കെ. അത് നമ്മൾ പഠിക്കുന്ന കോഴ്സിനെ ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഷംജാസ് ഖാൻ. അല്ല, ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ ഉള്ള ഹോസ്റ്റൽ തപ്പി പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും ചിലപ്പോൾ നമുക്ക്. ഇപ്പൊ ഷെഫ് സാർ പറഞ്ഞ പോലെ തന്നെ നമ്മള് കോഴ്സും കോളേജൊക്കെ അനുസരിച്ചായിരിക്കും ഹോസ്റ്റൽ സെലക്ട് ചെയ്യുക. അങ്ങനത്തെ ഒരുപാട് ഹോസ്റ്റൽസ് ഉണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ 12th ഒക്കെ പഠിക്കാനാണ് നാട്ടിലേക്ക് വരുന്നതെങ്കിൽ, +1 +2 ഒക്കെ ആണെങ്കിൽ ഇവിടെ നമുക്ക് ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ തന്നെ പഠിക്കാൻ പറ്റിയ സ്കൂൾസ് നമ്മളെ അടുത്ത് തന്നെ ഉണ്ട്. ഇസ്ലാമിക് ഓറിയന്റേഷന്റെ കീഴിൽ തന്നെ ഒരുപാട് സ്കൂൾസ് ഒക്കെ ഉണ്ട്, അല്ലാത്ത ഇസ്ലാമിക് സ്കൂൾസ് ഒക്കെ ഉണ്ട്. കോളേജുകളാണെങ്കിലും നമുക്ക് അങ്ങനത്തെ കോളേജ് സെലക്ട് ചെയ്യുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പൊ ഞാനും ഷിയാദൊക്കെ നേരത്തെ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത് വളരെ ജനറൽ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതുവിൽ നിങ്ങളൊക്കെ എത്തിപ്പെടാൻ പോകുന്ന ഹോസ്റ്റലുകളൊന്നും അങ്ങനെ ഇസ്ലാമിക് ആവണമെന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഉറപ്പിച്ചോളൂ, ഒരു മുസ്ലിം ഒരു സ്ഥലത്തുണ്ടോ, നിങ്ങൾക്ക് 100% ആ ഹോസ്റ്റൽ ഇസ്ലാമിക് ആക്കാൻ പറ്റും. ഇസ്ലാമിക് ആക്കുക എന്ന് പറഞ്ഞ കുട്ടികളെ ഒരിക്കലും അതൊരു എക്കോസിസ്റ്റം ആണ്. അതൊരിക്കലും അവിടെയുള്ള എല്ലാവരെയും അങ്ങനെ മാറ്റുക എന്നുള്ളതല്ല. അത് നമ്മൾ എങ്ങനെ നമ്മുടെ ചുറ്റുപാടിനെ കാണുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എവിടെ എത്തിപ്പെടുന്നോ അവിടെ ഇസ്ലാമിക് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്നുള്ളതാണ്. അത് ശരിക്കും അനുഭവം കൊണ്ട് പറയാൻ കേട്ടോ, വളരെ വളരെ അനുഭവം കൊണ്ട് പറയണം. ഇപ്പോൾ ഞാൻ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സമയത്ത്, എൻ്റെ UG ചെയ്യുന്ന സമയത്ത് അവിടെ എത്തിപ്പെടുമ്പോൾ ശരിക്കും അവിടെ ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ ഉള്ള ഒരു കോളേജ് അല്ല അത്. അവിടെ ശരിക്കും ക്യാമ്പസിനുള്ളിൽ ശരിക്കും ചെറിയൊരു പ്രെയർ ഹാൾ എന്നല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷേ അവിടെ ചെന്ന് നമ്മുടെ സർക്കിളിനെ മൊത്തം പള്ളിയിലേക്ക് കൊണ്ടുപോയി അവിടെ അത് വരുമ്പോഴേക്കും അവിടെ ഖുർആൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ ഇഫ്താറുകൾ തുടങ്ങി, നമ്മൾ ഇനീഷ്യേറ്റീവ് എടുത്ത് പലതും തുടങ്ങി. അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് എന്നുള്ളതാണ് ശരിക്ക് ഹോസ്റ്റലൊക്കെ എങ്ങനെ ആവും എന്നുള്ളതിന്റെ ഉത്തരം. ഓക്കെ. അതന്നെ, തീർച്ചയായിട്ടും പല പാരന്റ്സ് ഇതുപോലെ ബന്ധപ്പെടാറുണ്ട്. +1 +2 ഒക്കെ മക്കളേത്. ഇപ്പം ഷംജാസ് സൂചിപ്പിച്ച പോലെ ഒരുപാട് മുസ്ലിം സംഘടനകൾക്ക് കീഴിലുള്ള ഇത്തരം സംവിധാനങ്ങളുണ്ട്. പക്ഷെ അൾട്ടിമേറ്റ്ലി പിന്നെ നമ്മൾ +2 കഴിഞ്ഞിട്ട് പിന്നെയും അങ്ങനെ ആലോചിച്ച് ഇപ്പൊ പ്രത്യേകിച്ച് നമ്മളെ മക്കളുടെ വിദ്യാഭ്യാസം ആലോചിക്കുമ്പോൾ പ്രധാനമായിട്ടും, അല്ലെങ്കിൽ രക്ഷിതാക്കൾ കേൾക്കുന്നുണ്ട്, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ചെയ്യുന്ന കോഴ്സുകൾ അല്ലെങ്കിൽ ഏതാണ് നമുക്ക് താല്പര്യമുള്ള ഏരിയ, അതിൽ ഏറ്റവും മികച്ച സ്ഥാപനം എവിടെയാണ് അവിടെ പഠിക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം അത്തരം സ്ഥാപനങ്ങളിലേക്ക് പോകുമ്പോൾ നമുക്ക് ഈ ഒരു ഇസ്ലാമിക് അറ്റ്മോസ്ഫിയർ എന്നുള്ള ആ രീതിയിൽ തെരഞ്ഞു പോകാൻ പറ്റില്ല. അപ്പം ചില ക്യാമ്പസുകൾ ആ രീതിയിൽ എല്ലാവരും ഉള്ള, പല സ്റ്റേറ്റ്സ് എന്നുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള, പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ ഉണ്ടാവും. വിദേശത്തൊക്കെ പോകുമ്പോൾ ആ രീതിയിലുണ്ടാവും.
അപ്പം അതിൻ്റെതായിട്ടുള്ള കൾച്ചറും സംഗതികളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ നമ്മുടേതായിട്ടുള്ള ഇസ്ലാമിക് ബിലീഫ്സും കാര്യങ്ങളും മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ നമുക്ക് എവിടെയും സർവൈവ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്രത്യേകിച്ച് ഇപ്പം ക്യാമ്പസുകളിലും കാര്യങ്ങളൊക്കെ ഇപ്പം പണ്ടൊക്കെ ഇപ്പം ഞാൻ ഡൽഹിയിൽ പഠിക്കുന്ന സമയത്ത് തന്നെ പല ആൾക്കാരും എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് പെൺകുട്ടികളൊക്കെ പറയാറുണ്ടായിരുന്നു, തട്ടിട്ട് പോകുമ്പോൾ എന്ന് വെച്ചാൽ ആ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് തട്ടിട്ടിട്ട് അല്ലെങ്കിൽ ഹിജാബ് പൂർണ്ണമായിട്ടും ഉപയോഗപ്പെടുത്തുന്ന പെൺകുട്ടികൾ വളരെ കുറവായിരുന്നു ക്യാമ്പസിൽ. അതുകൊണ്ട് തന്നെ ഈവൻ ചില പ്രൊഫസേഴ്സ് വരെ അവരെ മോക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ കളിയാക്കിയിട്ട് അവർ ഭയങ്കര റിഗ്രസീവ് ആണ്. പക്ഷേ ഇപ്പം എന്താണ്, ഒരുപാട് കുട്ടികൾ തട്ടിട്ട നമ്മുടെ നാട്ടിൽ മലബാറിൽ നിന്നും കേരളത്തിൽ നിന്നൊക്കെ ഉള്ള കുട്ടികൾ വരാൻ തുടങ്ങിയപ്പം അതൊരു നോർമലായിട്ട് മാറി. അപ്പം പ്രൊഫസേഴ്സിന് മനസ്സിലായി മുസ്ലിംസ് അങ്ങനെ ഭയങ്കരമായിട്ട് എന്താണ് പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുണ്ട്, അവർക്ക് അവരുടെ ആ ഒരു ഹിജാബ് എന്നുള്ളത് അവരുടെ പഠനത്തിനുള്ള ഒരു ബാരിയർ അല്ല എന്ന് മനസ്സിലാക്കിയത് തന്നെ ഇപ്പം അത്തരം കേസുകൾ കളിയാക്കലും മറ്റൊക്കെ വളരെ കുറവാണ്. ഈവൻ ഞങ്ങളുടെ ക്യാമ്പസിൽ വരെ എന്താണ് മൊത്തത്തിൽ ഞങ്ങളെല്ലാ മുസ്ലിം സ്റ്റുഡൻസും കൂടിയിട്ടുള്ള കൂട്ടായ്മകൾ ഉണ്ടായിരുന്നു. ഇത്തരത്തിൽ കുട്ടികൾ എന്തെങ്കിലും പ്രശ്നമൊക്കെ അനുഭവിക്കുകയാണെങ്കിൽ അത് ഏറ്റെടുക്കാനും അതിനെതിരെ പരാതികൾ കൊടുക്കാനൊക്കെ വേണ്ടിയിട്ട്. പിന്നീട് സ്വാഭാവികമായിട്ട് ആ സംഘടനയ്ക്ക് ഒരു പ്രസക്തി ഇല്ലാതായി, കാരണം ഒരുപാട് കുട്ടികൾ വരാൻ തുടങ്ങി. അവരുടെ ഇസ്ലാമിക് ബിലീഫ് മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കുമ്പോൾ അതൊരു നോർമലായിട്ട് ആ ക്യാമ്പസിലുള്ള ബാക്കിയുള്ളവർക്കും മനസ്സിലാക്കാൻ തുടങ്ങി. ഇപ്പം പ്രത്യേകിച്ച് വേറുള്ള സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ വരുന്ന കുട്ടികൾ, അവർക്ക് മുസ്ലിംസ്, അവർ ചിലപ്പോൾ ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ മുസ്ലിം കുട്ടികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ വളരെ കുറവായിരിക്കും. അപ്പൊ അവർക്ക് എന്താണ് മുസ്ലിം ലൈഫ് അല്ലെങ്കിൽ ജീവിതം എന്നുള്ളത്, അല്ലെങ്കിൽ മുസ്ലിങ്ങളെ കുറിച്ചിട്ട് ഭയങ്കര ഫോബിക്കായിട്ട് കാണുന്ന കുട്ടികൾക്ക് വരെ എന്താണ് യഥാർത്ഥത്തിലുള്ള ഒരു മുസ്ലിംസിന്റെ അല്ലെങ്കിൽ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവരുടെ ജീവിതം കാണുമ്പോൾ ഇസ്ലാമിനോടും ഒരു സ്നേഹം, ഈ കുട്ടികളോടും ഭയങ്കര അടുപ്പം, ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അപ്പം അതാണ് ആ വിഷയത്തിൽ പറയാൻ. ഞാൻ ഒരു കാര്യം ആഡ് ചെയ്യട്ടെ. ഇവിടെ +1 +2 ആ കുട്ടി എഡിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ സ്ഥലം ഏതാണെന്ന് നമുക്ക് അറിയില്ലല്ലോ. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ചോദിക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മൾ വിസ്റ്റം സ്റ്റുഡൻസിന്റെ കീഴിലുള്ള ഹൈക്യൂ എന്ന് പറയുന്ന അക്കാഡമിക് വിങ് ആണ്. വിസ്റ്റം സ്റ്റുഡൻസിന്റെ നേതൃത്വത്തിലുള്ള അക്കാഡമിക് വിങ് ആണ് ഹൈക്യൂ. ഇപ്പോൾ നമ്മൾ ഈ പ്രോഗ്രാം നടത്തുന്ന പോലെ തന്നെയുള്ള വിങ് ആണ്. അപ്പോൾ ഹൈക്യൂവിൽ ഒരുപാട് ആളുകളുണ്ട്, ഹൈലി എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാരുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഏത് ഹോസ്റ്റൽ, ഏത് കോളേജ്, ഏത് സ്കൂളിൽ നിന്നൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ നമ്പർ നിങ്ങൾ നോട്ട് ചെയ്യണം. നിങ്ങൾ എല്ലാവർക്കും നോട്ട് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് പേഴ്സണലി ആ നമ്പറിൽ മെസ്സേജ് അയക്കാം. നിങ്ങൾക്ക് അതിൽ അവർ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള ഹെൽപ്പ് ഒക്കെ ചെയ്തു തരും. നമ്പർ ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. ഷെഫി സാർ ഒന്ന് നോട്ട് ചെയ്തിട്ട് ചാറ്റ് ഇടാൻ പറ്റിയ നന്നായി. ഓക്കെ, ഞാൻ പറയാം, ഒന്ന് നോട്ട്. ഓക്കെ, പറഞ്ഞോളൂ. ഓക്കെ, +91 81 29 31 44 69. ഞാൻ ഒന്നുകൂടി പറയാം, +91 81 29 31 44 69. ഓക്കെ, ഈ നമ്പർ നിങ്ങൾക്ക് ഹൈക്യൂവിന്റെ അക്കാഡമിക് സ്റ്റേറ്റ് ഹെൽപ്പ് ലൈൻ നമ്പർ ആണ്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അക്കാഡമിക് ആയിട്ടുള്ള കരിയറുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങളും നിങ്ങൾക്ക് അതിൽ ചോദിക്കാം. ഓക്കെ, അത് ഇപ്പം തന്നെ ചോദിച്ചു തുടങ്ങണം. ഞാൻ അതിന്റെ കാര്യത്തിൽ ഒരു കാര്യം കൂടി ആഡ് ചെയ്യട്ടോ. ഞാൻ ഹൈക്യൂവിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ആ ടോപ്പിക് ഇതിൽ വരാത്തതുകൊണ്ട് പറയാണ്. നാട്ടിലെ പൊതുവിലുള്ള എൻട്രൻസ് എക്സാമിനേഷൻസ് +2 കഴിഞ്ഞിട്ടുള്ള എക്സാംസ് ഒക്കെ കുറച്ച് ഏർലി സ്റ്റേജിൽ തന്നെ അപ്ലിക്കേഷൻസ് ഒക്കെ കഴിയും. ഓക്കെ, ഒരു ജാനുവരി ഒക്കെ കഴിയുമ്പോൾ കഴിയും. നിങ്ങൾ ചിലപ്പോൾ മിക്കവാറും അവിടുത്തെ എക്സാംസ് കഴിഞ്ഞ് നാട്ടിലേക്ക് എത്താൻ ഒരു ഏപ്രിൽ മെയിലൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ മിക്കവാറും എൻട്രൻസ് എക്സാമിനേഷൻ ഒക്കെ സെന്റേഴ്സ് നിങ്ങൾക്ക് GCC രാജ്യങ്ങളിലുണ്ട്. മിക്കവാറും ദുബായിലും US KSലൊക്കെ ഉണ്ട്. അപ്പോൾ എക്സാംസ് ഒക്കെ ഒന്ന് ഫോളോ ചെയ്യണം. +2 ഉള്ള കുട്ടികൾ ഒരിക്കലും നിങ്ങൾ അത് മിസ് ഔട്ട് ചെയ്യരുത്. നിങ്ങൾ ഇപ്പം തന്നെ CUET എൻട്രൻസ് എക്സാമിനേഷൻ, JEE, നീറ്റ്, ഇങ്ങനത്തെ എക്സാമുകളൊക്കെ, പിന്നെ നാട്ടിൽ വന്ന ഒരു വർഷം എൻട്രൻസ് എന്തായാലും ഒരു വർഷം പോട്ടെ, എന്തായാലും ഒരു വർഷം കളഞ്ഞാലല്ലേ പഠിക്കും, അങ്ങനത്തെ ചിന്തയൊന്നും വേണ്ട. ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റണം എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇപ്പം തന്നെ അപ്ലിക്കേഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ 12th ആൾക്കാർ ശ്രദ്ധിക്കണം. 10th ആൾക്കാർ ശ്രദ്ധിക്കേണ്ടത് അക്കാഡമിക്കലി നാട്ടിലേക്ക് വരുമ്പോൾ പൊതുവെ അവിടെ CBSE നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. ഇപ്പോൾ IAS പോലത്തെ സ്കൂൾസ് ആണെങ്കിൽ CBSE. എന്തായാലും നാട്ടിലേക്ക് വരുമ്പോൾ സയൻസ് ടഫാണോ അതുകൊണ്ട് കൊമേഴ്സ് എടുക്കാം, ഇനി ഹ്യൂമാനിറ്റീസ് ഭയങ്കര ഇങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. നിങ്ങൾ എടുക്കുമ്പോൾ എപ്പോഴും ഇൻഫോംഡ് ആയ ഡിസിഷൻ എടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു പെർട്ടിക്കുലർ സബ്ജക്റ്റുകൾ ഏതൊക്കെയാണ് നിങ്ങൾക്ക് ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്താൽ കിട്ടും. സയൻസിൽ ഏതൊക്കെയാണ് സബ്ജക്ട് കോമ്പിനേഷൻ, ഹ്യൂമാനിറ്റീസിലേക്ക് ഒരുപാട് കോമ്പിനേഷൻ ഉണ്ട്. 12+ കോമ്പിനേഷൻസ് ഹ്യൂമാനിറ്റീസ് ഫീൽഡിൽ തന്നെ ഉണ്ട്. കൊമേഴ്സിൽ തന്നെ സബ്ജക്ട്സ് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള സ്കൂൾസ് കേരളത്തിലുണ്ട്. അപ്പോൾ അത് വെറുതെ ഒരു കൊമേഴ്സ് ഹ്യൂമാനിറ്റീസ് ഉള്ളതല്ല. നിങ്ങൾ ആഫ്റ്റർവേർഡ്സ് എന്തിലേക്കാണ് പോകുന്നത് അനുസരിച്ച് നിങ്ങൾക്ക് ഇപ്പം തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 10th കുട്ടികൾ ഇങ്ങനെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്ത് ഓരോ സ്ട്രീമിനെ പറ്റിയും കേൾക്കുക. യൂട്യൂബിൽ നിങ്ങൾക്ക് ഒരുപാട് അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസ് ഇപ്പോൾ ഹൈക്യൂ TV എന്ന് പറഞ്ഞ ചാനൽ തന്നെ കിട്ടും. ഞാൻ ജസ്റ്റ് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്താണ്. ഇപ്പം തന്നെ അതൊക്കെ ഒരു ജാനുവരി സമയത്ത് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്താലേ നിങ്ങൾക്ക് ഒരു മാർച്ച് ഏപ്രിൽ ആകുമ്പോഴേക്കും നമുക്ക് ഒരു കറക്റ്റ് ആയിട്ട് ആ ഒരു ഫ്ലോയിൽ തന്നെ നമുക്ക് ആ ഒരു ട്രാക്കിലേക്ക് കയറാൻ കഴിയുള്ളൂ. ഓക്കെ, ബാറക്കല്ലാഹു ഫീക്ക്. അപ്പൊ ഹൈക്യൂന്റെ നമ്പർ എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ നമ്മളെ എവിടെ ചെല്ലുകയാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഹോസ്റ്റൽ സൗകര്യങ്ങളൊന്നും ആയിരിക്കില്ല നമുക്ക് കിട്ടുന്നത്. പക്ഷെ എന്നിരുന്നാലും നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു
ഒറ്റമൂലി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ സുബഹിക്ക് അലാറം വെച്ചിട്ട് എണീറ്റ് നമസ്കരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹോസ്റ്റലിൽ ഒരുവിധം പ്രശ്നങ്ങൾ നിന്നൊക്കെ മാറി നിൽക്കാൻ കഴിയും. കാരണം സ്വാഭാവികമായിട്ടും നിങ്ങളെ നോട്ട് ചെയ്യപ്പെടും. നിങ്ങളുടെ കൂടെ താമസിക്കുന്നവരെ ചോദിക്കും നിങ്ങൾ എന്താ ആ നേരത്തെ എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് എണീറ്റ് നമസ്കരിക്കുന്നത്. സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് ഒരു റെസ്പെക്ട് ആളുകളുടെ ഇടയിൽ കിട്ടിത്തുടങ്ങും. ഞാൻ വെറുതെ പറയല. അപ്പം ഇന്നലെ ഒരു തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാള് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുന്നതിന് ഇങ്ങനെ വിറ്റ്നസ് ചെയ്യാൻ സാധിച്ചു. ഇന്നലെ ഒരു ഫാമിലിയാണ്. അപ്പൊ അവർ ഇസ്ലാമിലേക്ക് ആകർഷിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറഞ്ഞുകൊണ്ട് കേൾക്കാനിടയായ ഒരു വിഷയം എന്ന് വെച്ചാൽ അവര് പിന്നെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. അപ്പൊ കമ്പനിയിൽ നിന്ന് ഒരു പ്രാക്ടീസിങ് മുസ്ലിംസ് ആണ് അതിന്റെ ഹെഡ് ആയിട്ടുള്ള ആളുകൾ. അപ്പൊ അവർ യാത്ര ചെയ്യുന്ന സമയത്തേക്ക് സുബൈന്റെ നമസ്കാരത്തിന് സമയമായി കഴിഞ്ഞാൽ വണ്ടി സൈഡാക്കിയിട്ട് എന്ത് ചെയ്യും, പള്ളിയിലേക്ക് പോകും. അപ്പൊ അവരിങ്ങനെ ചോദിക്കും ഞങ്ങൾക്ക് വരാൻ പറ്റുമോ ജസ്റ്റ് പള്ളിയിലേക്ക് ആ സമയത്ത്. കാരണം അവർക്ക് ഭയങ്കര ഒരു ക്യൂരിയോസിറ്റി. ഈ സുബൈ ആ ഒരു സമയത്ത് എല്ലാവരും ഭയങ്കര ഡീപ്പായിട്ട് ഉറക്കത്തെ ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് പോയി മുഖം തണുത്ത വെള്ളത്തിൽ കഴുകി പിന്നെ പോയിട്ട് നമസ്കരിക്കുക, അത് കുറച്ചൊരു ഹാർഡ് വർക്ക് തന്നെയാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമുക്ക് അവരുടെ മുമ്പിൽ ഒരു റെസ്പെക്ട് ഏൺ ചെയ്തെടുക്കാൻ പറ്റും. സോ നമസ്കാരം നിലനിർത്തിയാൽ തന്നെ, ഇസ്ലാമിക വസ്ത്രധാരണ നിലനിർത്തിയാൽ തന്നെ, അതുപോലെ തന്നെ ഒരു മുസ്ലിമിന്റെ സ്വഭാവം അത് മിതമായിട്ടുള്ള ശബ്ദത്തോടു കൂടി, അതുപോലെ അഹങ്കാരം പിന്നെ കുറ്റം പറച്ചിലും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി ഒരു മുസ്ലിമിന്റെ ക്വാളിറ്റീസ് നമ്മൾ കീപ്പ് ചെയ്താൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഒരുവിധം പ്രശ്നങ്ങൾ നോക്കാൻ നമുക്ക് മാറി നിൽക്കാൻ സാധിക്കും എന്നുള്ളതാണ്. ഞാൻ ഒരു എക്സ്പീരിയൻസ് കൂട്ടത്തിൽ ആഡ് വേറെ ചെയ്യാം. ആരുടെയും ക്വസ്റ്റ്യൻസ്? ചെറിയൊരു എക്സ്പീരിയൻസ് ആഡ് ചെയ്യട്ടെ. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ ഗേൾസ് ബോയ്സ് ഇന്ററാക്ഷൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. നമ്മൾ പെൺകുട്ടികളായിട്ട് എങ്ങനെ ഇടപെടുന്നു, നമ്മൾ ആൺകുട്ടികളായിട്ട് എങ്ങനെ ഇടപെടുന്നു. അപ്പൊ നമ്മൾ ചെല്ലുമ്പോൾ തന്നെ നമ്മളെ ഒരു ജോയിൻ ചെയ്യുമ്പോൾ തന്നെ നമ്മളൊരു മുസ്ലിമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ നമ്മൾ ഐഡന്റിക്കലി പ്രാക്ടീസിങ് നമ്മൾ അങ്ങനെ ആണെന്ന് കാണുമ്പോൾ നമ്മുടെ രൂപത്തിലാണെങ്കിലും നമ്മൾ നമസ്കരിക്കാൻ പോകുന്നു, നമ്മളെപ്പോഴും ആ ഒരു കൾച്ചർ നമ്മുടെ രീതിയിലുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാർക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നിങ്ങൾക്ക് അറിയാലോ, എന്നെ കേൾക്കുന്ന കുട്ടികൾക്കൊക്കെ അറിയുണ്ടാവും, പ്രാക്ടീസിങ് നോൺ പ്രാക്ടീസിങ് മുസ്ലിംസ് ഉണ്ട്. ഇപ്പോൾ നിങ്ങൾ ഈ നാട്ടിൽ വന്നാലൊക്കെ കാണാം കുറേ പേര് ഐഡിയോളജിക്കലി മുസ്ലിംസ് ആയിരിക്കും, ഭയങ്കര ഇസ്ലാമൊക്കെ പറയും, പക്ഷേ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല, ഖുറാനോത്തോ നിസ്കാരം ഒന്നും ഉണ്ടാവില്ല. ഇപ്പോൾ ഷെഫീഖ് സാർ പറഞ്ഞു. അപ്പോൾ പ്രാക്ടീസിങ് ആണെന്നുണ്ടെങ്കിൽ എന്താ അറിയോ, നമുക്കുണ്ടല്ലോ നമ്മുടെ സർക്കിളിൽ നിന്ന് റെസിസ്റ്റൻസ് കിട്ടുന്നതാണ്. നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയട്ടോ, ഒരു ബൈക്കിൽ നമ്മളിങ്ങനെ യൂണിവേഴ്സിറ്റിയുടെ പോകുമ്പോൾ ഒരു പെൺകുട്ടി കൈ കാണിച്ചു, നമുക്ക് കയറ്റാൻ പറ്റുമോ? ഇനിയിപ്പോൾ ഇൻ കേസ് നമ്മൾ വിചാരിക്കുക ഒരു അത്യാവശ്യമാണെന്ന് വിചാരിക്കുക, എന്നാൽ നമുക്ക് കയറ്റാൻ പറ്റില്ല. കാരണം എന്താ അറിയോ, നമ്മളെങ്ങനെ കയറ്റിയത് അല്ലെങ്കിൽ കണ്ടാൽ നമ്മൾ റെസിസ്റ്റ് ചെയ്യാൻ അവിടെ കുറേ ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് അള്ള കാണുന്നുള്ള ബോധം ഒന്നാമത് വേണം. അതിനപ്പുറത്തേക്ക് നമ്മുടെ ചുറ്റുമുള്ള ആളുകളുടെ റെസിസ്റ്റൻസ് നമുക്ക് എന്നും ഉണ്ടാവും. അതാണ് നേരത്തെ പറഞ്ഞേ, മദ്യപിക്കുന്ന ആളുകൾ റൂമിലുണ്ടാവാം. ഇപ്പൊ ഞങ്ങളുടെ റൂമിലുണ്ട്, എൻ്റെ തൊട്ടപ്പുറത്തും ഇപ്പുറത്തുള്ള റൂമിലൊക്കെ നന്നായി കുടിക്കുന്ന കുട്ടികൾ. പക്ഷെ നമ്മുടെ റൂമൊക്കെ ഉണ്ടല്ലോ, ഒരു ബോട്ടിൽ പോയിട്ട് അതിന്റെ ഒരു ലാഞ്ചന പോലും നമ്മൾ കാണൂല. കാരണം എന്താ അറിയോ, നമ്മളവിടെ ഉണ്ട് എന്ന് കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ അടുക്കൂല. അപ്പൊ അത് നമ്മുടെ നിലപാടനുസരിച്ചാണ്, നമ്മുടെ പ്രാക്ടീസിങ് ആവുന്നതനുസരിച്ചാണ്. നമ്മൾ നിസ്കരിക്കുന്നുണ്ട് കണ്ടു കഴിഞ്ഞാൽ റൂമിൽ ആരും സംസാരിക്കില്ല, എല്ലാവരും സൈലന്റ് ആവും. അപ്പൊ ഇതൊക്കെ ശരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു എക്കോസിസ്റ്റം ആണ്. അത് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ തുടക്കത്തിൽ ശ്രമിക്കണം. അത് പിന്നെ ഉണ്ടാവില്ല. അത് സർക്കിളിൽ ആദ്യം പോയി ഭയങ്കര അടിച്ചുപൊളിക്ക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ദീനിയാവാൻ ശ്രമിച്ചാൽ അത് ഉണ്ടാവില്ല. തുടക്കം മുതലേ നമ്മൾ സ്ട്രോങ് ആണെന്ന് കാണുമ്പോൾ ആ സർക്കിൾ നമുക്ക് എപ്പോഴും കിട്ടും. ഈ രീതിയിൽ ചെറിയൊരു എക്സ്പീരിയൻസ് പറയാം. എൻ്റെ ക്ലാസ്സിൽ കൂടെ പഠിച്ചിരുന്ന ഒരു പെൺകുട്ടി, ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇങ്ങനത്തെ ക്യാമ്പസുകൾ അല്ലെങ്കിൽ പൊതുവേ ഉള്ള എൻഗേജ്മെന്റ്സിലൊക്കെ ഉള്ള പ്രശ്നമാണ് ആളുകൾ കൈ തരും, ഷെയ്ക്ക് ഹാൻഡ് തരും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്യപുരുഷന്മാരും സ്ത്രീകളും അങ്ങനെ കൈ കൊടുക്കാൻ പാടില്ല. അപ്പോൾ എൻ്റെ ക്ലാസ്സിലെ ഒരു പെൺകുട്ടി അവിടെ ഈ വിഷയത്തിൽ ഭയങ്കര ബോൾഡ് ആയിരുന്നു, സ്ട്രോങ് ആയിരുന്നു. ആൺകുട്ടികൾക്ക് ഒരിക്കലും കൈ കൊടുക്കില്ല എന്നത്. അപ്പം ആദ്യമൊക്കെ ആളുകൾ കൈ കാണിക്കും, അപ്പോൾ അവൾ ജസ്റ്റ് ഇങ്ങനെ ആക്കും ആ രീതിയിൽ. അപ്പം കുട്ടികൾക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്താണ് അവൾ ഒരിക്കലും കൈ കൊടുക്കൂല എന്നുള്ളത്. അപ്പൊ ഈവൻ പിന്നീട് ക്യാമ്പസിൽ എല്ലാവർക്കും ഇതാ അറിയാം, അവളെ കാണുമ്പോൾ അവൾക്ക് ആൺകുട്ടികൾ കൈ കൊടുത്താൽ സ്വീകരിക്കൂല എന്നുള്ളത്. അപ്പോൾ ഈവൻ ബാക്കിയുള്ള നോൺ മുസ്ലിംസ് ആയിട്ടുള്ള ആളുകൾ പോലും ഭയങ്കര റെസ്പെക്ട് ചെയ്യുന്നു അവളോട്. അവളെ കാണുമ്പം ആ രീതിയിൽ ഭയങ്കരമായിട്ട് സല്യൂട്ടേഷൻസ് കൊടുക്കും. കൈ കൊടുക്കാതെ തന്നെ ക്യാമ്പസിൽ എല്ലാവർക്കും അറിയുന്ന രീതിയിലേക്ക് അങ്ങനെ മാറിയിരുന്നു. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ നമ്മൾ ബോൾഡ് ആകുമ്പോൾ ആ രീതിയിൽ നമുക്ക് ഒരുപാട് റെസ്പെക്ട് കിട്ടും എന്നുള്ളതാണ്. ഇന്ത്യക്ക് പുറത്തുള്ള പിന്നെ പുറത്ത് പോയിട്ട് പഠിക്കുമ്പോൾ അതിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളെ ഹൈക്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ടാൽ തന്നെ കുറെ ഡീറ്റെയിൽസ് ഞങ്ങളെക്കാളും മറുപടി തരാൻ പറ്റിയ ഷെഫീഖ് സാർക്കായിരിക്കും പറയാം. ഷെഫീഖ് സാർ നാട്ടിൽ നിന്ന് കുവൈത്തിൽ പോയി പഠിക്കുന്ന ആളാണ്, ഇപ്പോഴും കുവൈത്തിൽ പഠിക്കുന്ന ആളാണ്. അല്ല, ഞാൻ ജി സി സിയിലാണ്. പൊതുവെ ഭൗതികപരമായിട്ടുള്ള വിദ്യാഭ്യാസമാണെന്നുണ്ടെങ്കിൽ ജി സി സിക്ക് പുറത്തായിരിക്കും ആളുകൾ ഉദ്ദേശിക്കുന്നത്. എന്നിരുന്നാലും ഇപ്പം അൽഹംദുലില്ലാഹ് സൗദിയിലെ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് സ്കോളർഷിപ്പോട് കൂടി തന്നെ പഠിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ എല്ലാവരും അന്വേഷിക്കുന്നോ പഠിക്കുന്നോ നന്നാവും. അതിനൊക്കെ നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ ഹൈക്യൂ ഡിപ്പാർട്ട്മെന്റുമായിട്ട് നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ
പിന്നെ അക്കാഡമിക് ഇയർ ആയിട്ട് ഓരോ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളും അതുപോലെ ഓരോ എക്സാമിനെ കുറിച്ചുള്ള നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവർ പോസ്റ്റേഴ്സ് ആയിട്ട് പുറത്തിറക്കാറുണ്ട്. അപ്പൊ ഒന്ന് കൃത്യമായിട്ട് ഫോളോ ചെയ്താൽ ഹൈക്യൂ നിങ്ങൾക്ക് അതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള അതിന് പുറമെ വേറെ സെഷൻസ് ഉണ്ടാവും. ചാറ്റ് വിത്ത് എക്സ്പേർട്സിന്റെ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മാത്രം ചർച്ച ചെയ്യുന്ന ഒരു സെഷൻ ഇൻഷാല്ലാ ഫ്യൂച്ചറിൽ ഉണ്ടാവല്ലോ. അതില് അത്തരം കാര്യങ്ങൾ കൂടുതൽ ഇൻഷാല്ലാ ഡീപ്പായിട്ട് എല്ലാം ഡിസ്കസ് ചെയ്യും ഇൻഷാല്ലാ. അപ്പൊ ആ കുട്ടി എന്തായാലും ആ ഒരു ശ്രദ്ധിക്കണം. ഓക്കെ, വേറെ ചോദ്യങ്ങളൊന്നും വന്ന് കാണുന്നില്ല. നമുക്ക് അവസാനിപ്പിക്കാൻ തോന്നുന്നു. ബാക്കി ഇൻഷാല്ലാ അടുത്ത ആഴ്ച മുന്നോട്ട്, കാരണം ഓൾറെഡി നാട്ടില് 12 മണി ആയിട്ടുണ്ട് ഓൾമോസ്റ്റ്. അപ്പോ ഏതായിരുന്നാലും ഇന്നത്തെ ഈ ഒരു ഇരുത്തം എല്ലാവർക്കും വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പല ചോദ്യങ്ങളും പേഴ്സണലി ഇതിൽ വന്നതും അതുപോലെ തന്നെ എഴുതിയ ചോദ്യങ്ങൾ നമ്മൾ ചോദിച്ചതൊക്കെ പിന്നെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യമാണ്. കൂടുതൽ ഈ വിഷയങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുക, അതുപോലെ തന്നെ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ ഏറ്റവും നല്ലൊരു സാഹചര്യത്തിലേക്ക് എത്താനും, അതുപോലെ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ടല്ലോ, ഒരാള് രാവിലെ എണീക്കുമ്പോൾ മുസ്ലിം ആയിട്ട് എണീക്കുകയും വൈകുന്നേരം ആകുമ്പോഴേക്ക് കാഫിറായി മാറുകയും ചെയ്യുന്ന ഒരു അവസ്ഥയെക്കുറിച്ച്. അപ്പോ അത് അള്ളാഹുവിന്റെ അടുത്തുള്ള ഒരു തൗഫീഖ് നമുക്ക് കിട്ടേണ്ടതുണ്ട്. നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാം. പിന്നെ നല്ല ഭർത്താവിനെ കിട്ടാൻ, നല്ല ഭാര്യയെ കിട്ടാൻ, അതുപോലെ തന്നെ നല്ല ക്യാമ്പസ് കിട്ടാനൊക്കെ പ്രാർത്ഥിച്ച് ആ ഒരു രൂപത്തിലുള്ള എക്സ്പീരിയൻസ് അത് കിട്ടി, ആ ഒരു അള്ളാഹുവിന്റെ അടുത്തുള്ള ആ ഒരു അനുഗ്രഹം കിട്ടിയത് എക്സ്പീരിയൻസ് പറഞ്ഞ ഒരുപാട് അനുഭവങ്ങൾ ഞാനും കണ്ടതും കേട്ടതൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് തേടുക. അല്ലാഹുമ്മ സബ്ബിത് ഖൽബി അലാ ദീനിക്, നിന്റെ ദീനിൽ ഉറച്ചു നിർത്താനുള്ള ആ ഒരു തൗഫീഖ് തരണേ എന്ന് അള്ളാഹുവിനോട് സദാസമയം പ്രാർത്ഥിച്ചുകൊണ്ട് തഹജ്ജുദൊക്കെ നമസ്കരിച്ച് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാൻ, അതുപോലെ തന്നെ നിലപാടോടുകൂടി നിലകൊള്ളാൻ, നമ്മുടെ ദീന് മുറുകെ പിടിച്ച് ജീവിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഇതിന്റെ സെക്കൻഡ് പാർട്ട് ബിഇദ്നില്ലാഹ് അടുത്ത ചൊവ്വാഴ്ച ഇൻഷാ അല്ലാഹ് നമുക്കുണ്ടായിരിക്കും. അന്നും ഇതുപോലെ തന്നെ എല്ലാവരും കയറുക, അതുപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു ഇത് അയച്ചു കൊടുക്കുക. ഇതിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ ഇതിൽ ചർച്ച ചെയ്ത വിഷയങ്ങളുടെ ഗൗരവം ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ പരമാവധി ആളുകളിലേക്ക് ഇത് എത്തിക്കുക എന്നുകൂടെ സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ ഒരു പരിപാടിക്ക് ഇന്നത്തെ പ്രോഗ്രാമിന് നന്ദി പറയാൻ വേണ്ടി ബഹ്റൈനിലെ നമ്മുടെ ദായി കൂടിയായിട്ടുള്ള ഹംറാസ് അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഫദ്വൽ. ഹലോ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. വലൈക്കും അസ്സലാം. ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ അലിഹി വസ്വഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഈ വൈകിയ വേളയിൽ അധികം ദീർഘിപ്പിക്കുന്നില്ല. ഇന്ന് നമുക്ക് വേണ്ടി ക്ലാസ് എടുത്ത ബഹുമാന്യ സുഹൃത്തുക്കൾ ഓർമ്മിപ്പിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ എടുത്തു പറയുകയാണ്. ഒന്ന്, നമ്മൾ ഷംജാസ്ക പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ വീട്ടിലല്ല, അമ്മമാരോടൊപ്പം അല്ല, ആ ഒരു സമയത്തും അള്ളാഹുവിനെ സൂക്ഷിക്കുക എന്നൊരു പോയിന്റ് നമ്മുടെ മനസ്സിലുണ്ടാവണം. അതേപോലെ തന്നെ അരാഷ്ട്രീയവാദത്തിലേക്ക് പോകുന്ന, നിലപാടില്ലായ്മയിലേക്ക് പോകുന്ന ആളുകളായി നമ്മൾ മാറരുത് എന്ന് നമ്മളോട് ഷിയാദ്ക പറഞ്ഞതും നമ്മുടെ മനസ്സിലുണ്ടാവണം ഇൻഷാ അല്ലാഹ്. ഇതിന്റെ തുടർച്ചയായിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് അടുത്ത ചൊവ്വാഴ്ച, നെക്സ്റ്റ് ട്യൂസ്ഡേ, നമുക്ക് ഇതിന്റെ ബാക്കി ഉണ്ടാവും ഇൻഷാ അല്ലാഹ്. നിങ്ങളും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു പരിപാടിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായിക്കൊണ്ട് സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. വഅഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുസ്ലിമീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.